ഹരിപോൾ സ്ക്രീൻ കാണാൻ പറ്റുന്നില്ലേ? മത്തി ഒന്ന് കൺഫേം ചെയ്യണേ. കാണാൻ പറ്റുന്നുണ്ട് ബ്രോജി. ഹരേ കൃഷ്ണ. ശരി ശരി. ഹരേ കൃഷ്ണ കാണുന്നുണ്ട്. അപ്പൊ എല്ലാവർക്കും ഹരേ കൃഷ്ണ. നമുക്ക് ക്ലാസ് തുടങ്ങാം. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. നമോ വിഷ്ണുപദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിൻ നാമി. നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യ ദേശധാരിണി. जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्तवृंद. हरे कृष्णा 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 हरे 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 राम 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 हरे हरे. എല്ലാവർക്കും നമസ്കാരം. ഹരേ കൃഷ്ണ. എല്ലാവരും സുഖമായിരിക്കുന്നു. ഹരേ കൃഷ്ണ. നമ്മുടെ ഇന്നത്തെ ടോപ്പിക്, ഇന്നത്തെ ക്ലാസിന്റെ ടോപ്പിക് എന്ന് പറയുന്നത് വളരെ പ്രിയപ്പെട്ട, എനിക്ക് വളരെ പ്രിയപ്പെട്ട, വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. മറ്റൊന്നുമല്ല, തുളസി മഹാത്മ്യം. ഇസ്കോണിൽ കുറച്ചു കാലമെങ്കിലും സേവനങ്ങളോ അല്ലെങ്കിൽ കുറച്ച് പ്രവർത്തിച്ചിട്ടുള്ള ആൾക്കാർക്ക് തുളസി ദേവിയുടെ മഹാത്മ്യത്തെ കുറിച്ചും തുളസി ദേവിയുടെ എന്താ പറയാ ഇമ്പോർട്ടൻസ്, അതായത് മഹാത്മ്യം തന്നെ, പ്രാധാന്യത്തെ കുറിച്ചും അറിയാവുന്നവരായിരിക്കും. അപ്പൊ അതിനെക്കുറിച്ച് ഇന്ന് ഒരു ചെറിയ രീതിയിൽ നോക്കാം. കാരണം തുളസി ദേവിയുടെ മഹാത്മ്യം എന്ന് പറയുന്ന 1, 2, 5, 10 ക്ലാസ്സുകളിൽ പറയാൻ പറ്റുന്നതല്ല. പുസ്തകങ്ങളായി അടിച്ചിറക്കാൻ പറ്റുന്ന ഒരു എന്താ പറയാ വേദങ്ങൾ പോലെ പറയാൻ കഴിയുന്ന അത്രയ്ക്കധികം ഉള്ള ഒരു തുളസി ദേവിയുടെ മഹാത്മ്യം എന്ന് പറയുന്നത്. അപ്പൊ ആ മഹാത്മ്യം ഒരു ക്ലാസ്സിൽ പറയുക എന്നത് വളരെ ക്ലേശകരമാണ്. എന്നാലും ആ ഉദ്യമത്തിന് വേണ്ടി നമുക്ക് ശ്രമിക്കാം. അപ്പോൾ വളരെ ചുരുങ്ങിയ രീതിയിൽ ഇന്നുള്ള ഒരു 3/4 മണിക്കൂർ സമയം കൊണ്ട് നമുക്ക് തുളസി ദേവിയുടെ മഹാത്മ്യം എന്താണെന്ന് നോക്കാം. അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം, തുളസി ദേവിയെ കുറിച്ച് അറിയാത്ത ആരുമില്ല, അല്ലെ? പ്രത്യേകിച്ചും ഇന്ത്യയിലുള്ള എല്ലാവർക്കും, അത് ഏത് മതസ്ഥരാവട്ടെ, അവർക്ക് എല്ലാവർക്കും തുളസി ദേവിയെ കുറിച്ച് അറിയാം, തുളസി ദേവിയുടെ പ്രാധാന്യത്തെ കുറിച്ച് അറിയാം. നമ്മളെല്ലാവരും പൂജകൾക്കും എന്താ പറയാ അമ്പലത്തിലെ വഴിപാടുകൾക്കും എല്ലാത്തിലും നമ്മൾ തുളസി തുളസി ഇലകൾ ഉപയോഗിക്കാറുണ്ട്, അല്ലെ? അപ്പോ ആ തുളസി ദേവിയുടെ എന്തിനാണ് നമ്മൾ തുളസി ഇലകൾ ഉപയോഗിക്കുന്നത്, തുളസി ദേവി എന്ന് പറഞ്ഞാൽ തുളസി ശരിക്കും ആരാണ്, എന്താണ് എന്നുള്ളതൊക്കെ നമുക്കിന്ന് അറിയാം. അപ്പൊ അതെ, തുളസി ദേവി ശരിക്കൊരു ചെടി മാത്രമല്ല അത്ര, വെറും ഒരു ചെടി മാത്രമല്ല, പരിശുദ്ധയായ കൃഷ്ണഭക്തയാണ് അത്ര. അതായത് തുളസി ദേവി നമ്മൾ കാണുന്നത് ഒരു ചെടിയായിട്ട് മാത്രമേ കാണുന്നുള്ളൂ എങ്കിലും ശരിക്കും തുളസി ദേവി എന്ന് പറയുന്നത് വെറും ഒരു ചെടി മാത്രമല്ല അത്ര, പരിശുദ്ധയായിട്ടുള്ള കൃഷ്ണഭക്തയാണ് അത്ര. ഏറ്റവും ഉന്നത ഭക്തരുടെ തലങ്ങളിൽ ഒരാളായിട്ടുള്ള വ്യക്തിയാണ് തുളസി ദേവി. ഭഗവാന്റെ സന്തത സഹചാരിയാണ് അത്ര തുളസി ദേവി. അതായത് നമ്മൾ കാണുന്നത് ഒരു ചെടി മാത്രമാണ്, പക്ഷെ ഒരിക്കലും തുളസി ദേവിയെ വെറും ഒരു ചെടി മാത്രമായിട്ട് നമ്മൾ കണക്കാക്കരുത്. കാരണം പരിശുദ്ധയായിട്ടുള്ള കൃഷ്ണഭക്തയാണ്, ഭഗവാന്റെ സന്തത സഹചാരിയാണ് അത്ര തുളസി ദേവി. അപ്പോ ആ പ്രാധാന്യം തുളസി ദേവിക്ക് കൊടുത്തുകൊണ്ട് വേണം നമ്മൾ തുളസി ദേവിയെ ആരാധിക്കാൻ. തുളസി ദേവി നമുക്ക് ചെയ്യുന്ന എന്താന്ന് വെച്ചാൽ കൃഷ്ണഭക്തരെ ശുദ്ധീകരിക്കുന്നു അത്രേ. നമ്മൾ തുളസി ദേവിക്ക് വേണ്ടി ചെയ്യുന്ന ഓരോ സേവനവും, നമ്മൾ ഒരു തുളസി ചെടിക്ക് വെറുതെ ഒരല്പം വെള്ളം ഒഴിക്കുകയാണെങ്കിൽ അതുവഴി നമ്മൾ ശുദ്ധീകരിക്കപ്പെടും അത്രേ. അത്രയ്ക്കും ശക്തി അല്ലെങ്കിൽ അത്രയ്ക്കും ആത്മീയ ശക്തിയുള്ള ഒരു വ്യക്തിത്വമാണ് അത്രേ തുളസി ദേവി. മാത്രമല്ല, നമ്മളെ ശുദ്ധീകരിക്കുന്നത് മാത്രമല്ല, ഭക്തിക്ക് വേണ്ടി അല്ലെങ്കിൽ ഭക്തിയിൽ നമുക്ക് വേണ്ട ഊർജം പ്രദാനം ചെയ്യാനും തുളസി ദേവിയാണ് ആ ഊർജം പ്രദാനം ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. അതായത് ഒരുപക്ഷെ ഞാൻ ദിവസവും നാമം ജപിക്കുന്ന ഒരു വ്യക്തിയാണ്, അല്ലെങ്കിൽ ദിവസവും ഭഗവത്ഗീത വായിക്കുന്ന ഒരു വ്യക്തിയാണ്. എനിക്ക് ആ ഊർജം, എന്നും ഞാൻ നാമം ജപിക്കണം, എന്നും ഞാൻ ഭഗവത്ഗീത വായിക്കണം, എന്നും ഞാൻ ഇതുപോലത്തെ ക്ലാസ്സുകളും പ്രഭാഷണങ്ങളും ഒക്കെ കേൾക്കണം എന്ന് ഞാൻ തീരുമാനിക്കുന്നില്ലേ, അതിലെനിക്കൊരു ഊർജമുണ്ട്, അല്ലെ? ആ ഊർജം ഉള്ളത് കൊണ്ടാണ് ഞാൻ കാര്യങ്ങൾ ചെയ്യുന്നത്. ഉദാഹരണത്തിന്, നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിന് ഊർജം ലഭിക്കുന്നു. നമ്മൾ നല്ല നല്ല ഭക്ഷണം കഴിക്കുമ്പോൾ നമുക്ക് എന്ത് പറ്റും? ശരീരത്തിന് വേണ്ട ന്യൂട്രിയൻസ്, പോഷണം, ഊർജം ലഭിക്കുന്നു, അല്ലെ? അതേപോലെ ആത്മീയമായിട്ട് നമുക്ക് ഊർജം വേണം. ഉദാഹരണത്തിന്, ഒരു കാര്യം ചെയ്യാൻ, ഒരു സ്ഥലത്തേക്ക് പോകാനായിട്ട് എനിക്ക് 2 കാര്യങ്ങൾ വേണം. ഒന്ന്, ശാരീരികമായിട്ടുള്ള ഊർജം വേണം. 2, മാനസികമായിട്ടുള്ള ഊർജം വേണം, അല്ലെ? ഒരു താല്പര്യം വേണം, ഒരു ഉത്സാഹം വേണം, ഒരു ദൃഢനിശ്ചയം വേണം. അതേപോലെ ശരീരത്തിനും ഊർജം വേണം. അതേപോലെ തന്നെ ആത്മീയമായിട്ടുള്ള ഊർജം വേണം. ആത്മീയമായിട്ടുള്ള ഊർജം ഉണ്ടെങ്കിൽ മാത്രമേ ആത്മീയ കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് സാധിക്കുകയുള്ളൂ.
പലരും പറയാറുണ്ട് എനിക്ക് ആത്മീയമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ താല്പര്യമില്ല, സാധിക്കാറില്ല എന്നൊക്കെ പറയാറ്. അതിന് കാരണം പലപ്പോഴും പറയാറുള്ളത് ആത്മീയമായിട്ടുള്ള ഊർജം ഇല്ലാത്തതാണ്. ആ താല്പര്യം, ഊർജം ലഭിക്കില്ലാത്തതാണ് അത്ര ആത്മീയമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള താല്പര്യക്കുറവ്. അപ്പൊ ആ ഊർജം പ്രദാനം ചെയ്യുന്നത് തുളസി ദേവിയാണെന്ന് അത്ര പറയുന്നത്. അപ്പൊ തുളസി ദേവിക്ക് വെള്ളമൊഴിക്കുകയോ തുളസി ദേവിയെ എന്താ പറയാ തുളസി ചെടിയുള്ള ഭാഗം വൃത്തിയാക്കുകയോ അല്ലെങ്കിൽ ഒരു തുളസിയുടെ അടുത്ത് ഭഗവാൻ അർപ്പിക്കുകയോ ചെയ്യുന്നത് അത്ര വലിയ സേവനമാണത്രേ. അതിലൂടെ ഭഗവാൻ തൃപ്തനാകുന്നു. ഭഗവാൻ തൃപ്തനാകുന്നതിലൂടെ തുളസി ദേവി തൃപ്തിയാകുന്നു. തുളസി ദേവി നമുക്ക് ആത്മീയമായിട്ടുള്ള ഊർജം നൽകുന്നു. അങ്ങനെയാണത്രേ നമുക്ക് ഭക്തിയിൽ വേണ്ട ഊർജം ലഭിക്കുന്നത്. അതുകൊണ്ട് ഇത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് തുളസി ദേവിയെ ആരാധിക്കുക എന്നുള്ളത്. അപ്പൊ തുളസി ദേവി ശരിക്കും ആരാണ്? നമ്മളവിടെ കണ്ടു, പരിശുദ്ധയായ കൃഷ്ണഭക്തയാണ്, ഭഗവാന്റെ സന്തത സഹചാരിയാണ്. നമുക്കെല്ലാവർക്കും, നിങ്ങൾക്കറിയാമായിരിക്കും, എന്നാലും ഞാൻ ഒരു വട്ടം കൂടി പറയുകയാണ്, നമ്മളെല്ലാവരും ജീവാത്മാക്കളാണ്, അല്ലെ? നമ്മൾ ഈ ശരീരമല്ല. നമ്മൾ ആരാണ്? നമ്മൾ ഇതിന്റെ ഉള്ളിൽ വസിക്കുന്ന ഒരു ആത്മാവാണ്. നിങ്ങൾ 2-ാമത്തെ അധ്യായം ഭഗവത്ഗീതയൊക്കെ വായിക്കുമ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, അല്ലെ? നമ്മൾ ആത്മാവാണ്, അല്ലെ? നമ്മുടെ അകത്തൊരു ആത്മാവുണ്ട്, ഒപ്പം ഭഗവാൻ പരമാത്മാവായിട്ടും കുടികൊള്ളുന്നുണ്ട് എന്ന് നിങ്ങൾ എല്ലാവരും പഠിച്ചിട്ടുണ്ടാവും. അതേപോലെ എല്ലാ ജീവജാലങ്ങളുടെ ഉള്ളിലും ഓരോ ആത്മാവുണ്ട്. ആ ഓരോ ആത്മാവിനും ആത്മീയ ലോകത്ത് ഒരു സ്ഥാനമുണ്ടെന്നാ പറയും. നമ്മൾ ആ ആത്മീയ ലോകത്ത് നിന്ന് ഈ ഭൗതിക ലോകത്തേക്ക് വന്നതാണ് പറയും. ശാസ്ത്രം അനുസരിച്ച് ആത്മീയ ലോകത്തിലാണ് നമ്മൾ വസിക്കേണ്ടത്. ആ ആത്മീയ ലോകത്തിലേക്ക് തിരിച്ചു പോകാനുള്ള ഉദ്യമമാണത്രേ ആത്മീയത, അല്ലെങ്കിൽ ഭക്തി എന്ന് പറയുന്നത്. ആ ആത്മീയ ലോകത്തേക്ക് തിരിച്ചെത്താനുള്ള ഒരു ഉദ്യമം ആണ് എന്നാണ് പറയപ്പെടുന്നത്, ശാസ്ത്രങ്ങൾ പറയും. അപ്പൊ ആ ആത്മീയ ലോകത്ത്, അതായത് ഭഗവാൻ വസിക്കുന്ന ആ ലോകത്ത് തുളസി ദേവിയും ഉണ്ടത്രേ. തുളസി ദേവി അവിടെയാണ് ഭഗവാന്റെ സന്തത സഹചാരിയായി തുളസി ദേവി വാഴുന്നു എന്നാണ് പറയപ്പെടുന്നത്. അവിടെ തുളസി ദേവിയുടെ ഡ്യൂട്ടി എന്താണ്, അല്ലെങ്കിൽ തുളസി ദേവിയുടെ ദിവസം ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാല്, ഭഗവാൻ കൃഷ്ണനും രാധാറാണിക്കും അവരുടെ രാസലീല നമുക്കറിയാമായിരിക്കും, അല്ലെ? നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ട്, രാസലീല എന്നൊക്കെ പല സ്ഥലങ്ങളിലും കേട്ടിട്ടുണ്ട്. ഏറ്റവും ഉന്നതമായിട്ടുള്ള ഒരു ഭക്തിയുടെ ഒരു റെപ്രസെന്റേഷൻ ആണത്രേ രാസലീല. അതായത് അതിൽ പരം ഒരു ഭക്തി ഇല്ല എന്നാണ് പറയുന്നത്. ഭക്തിയുടെ പാരമ്യം എന്നൊക്കെ നമുക്ക് പറയാൻ കഴിയും. അതാണത്രേ രാസലീല. രാസലീല എന്ന് പറയുന്നത് ഭഗവാനും ഭക്തനും തമ്മിലുള്ള ഒരു ഇന്ററാക്ഷൻ ആണെന്നാണ് പറയപ്പെടുന്നത്. ഒരിക്കലും മറ്റൊരു രീതിയിലാണ് പലപ്പോഴും പലരും പറയാറുള്ളത്. എന്നാൽ അങ്ങനെയല്ല. രാസലീല എന്ന് പറയുന്നത് ഒരു ഭഗവാനും ഭഗവാന്റെ ഭക്തരും തമ്മിലുള്ള ഒരു ഇന്ററാക്ഷൻ ആണ് അത്ര. അത് ഏറ്റവും ഉന്നതമായിട്ടുള്ള ഭക്തിയാണ് രാസലീലയിലുള്ളത്. അപ്പൊ ആ രാസലീല ഭഗവാൻ ഗോപികമാരുടെ ഒപ്പവും ഭഗവാന്റെ മറ്റ് ഭക്തരായിട്ടുള്ള ഗോപികമാരുടെ ഒപ്പവും മഞ്ജരിമാരുടെ ഒപ്പവും ശ്രീമതി രാധാറാണിയുടെ ഒപ്പവും ഒക്കെയാണ് ഭഗവാൻ രാസലീല ആടാറുണ്ട് അത്ര. അത് ഗോലോക വൃന്ദാവനത്തിലെ ഭഗവാന്റെ വാസസ്ഥലത്ത്, ഭഗവാന്റെ ധാമത്തിൽ ഭഗവാൻ രാസലീല ആടാറുണ്ടെന്നാണ് പറയപ്പെടുന്നത്. തുളസി ദേവിയാണത്രേ, വൃന്ദാദേവി അഥവാ തുളസി ദേവിയാണത്രേ അവിടെ ഭഗവാന്റെ രാസലീലയ്ക്ക് ആവശ്യമുള്ളതൊക്കെ ഒരുക്കുന്നത്. വൃന്ദാദേവി ഉള്ളത് കൊണ്ടാണ് വൃന്ദാവനം എന്നറിയപ്പെടുന്നത്. അതായത് തുളസി തിങ്ങിപ്പാർക്കുന്ന സ്ഥലമാണത്തെ വൃന്ദാവനം. അത് ഈ ഭൂലോകത്തും നമുക്കറിയാം വൃന്ദാവനമുണ്ട്. അതേപോലെ തന്നെ ഭഗവാന്റെ വാസസ്ഥലത്തിനും ഗോലോക വൃന്ദാവനം എന്നാണ് പറയപ്പെടുന്നത്. കാരണം അവിടെ പശുക്കളും തുളസിച്ചെടികളും അനേകമുണ്ട്. അതുകൊണ്ടാണ് ഗോലോക വൃന്ദാവനം എന്നാണ് ഭഗവാന്റെ വാസസ്ഥലത്തിന് അറിയപ്പെടുന്നത്. അത്രയ്ക്ക് പ്രാധാന്യമാണ് തുളസി ദേവിക്ക് ഭക്തിയിലുള്ളത് എന്നാണ് പറയപ്പെടുന്നത്. നമുക്ക് 1-2 കാര്യങ്ങൾ നോക്കാം. അതായത് എന്താണ് തുളസി ദേവിയുടെ ഒരു ഗ്ലോറി, അതായത് മഹാത്മ്യം എന്താണ് എന്ന് നമുക്ക് നോക്കാം. എങ്ങനെ പരമശിവന് വില്വ ഇല വളരെ പ്രസിദ്ധമാണ്. കൂവളത്തിന്റെ ഇലയൊക്കെ നമ്മൾ ശിവന് സമർപ്പിക്കാറുണ്ട്. അതേപോലെ ഭഗവാൻ കൃഷ്ണൻ ഏറ്റവും പ്രിയപ്പെട്ട ഒരു ചെടിയാണത്രേ തുളസി, ഒരു ഇലയാണത്രേ തുളസി. അപ്പൊ തുളസി ദേവി തൃപ്തിപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ ഭഗവാനെ തൃപ്തിപ്പെടുത്തുന്നതിന് തുല്യമാണ്. തുളസി ദേവിയെ ഞാൻ എന്താ പറയാ ആരാധിക്കുകയാണെങ്കിൽ ഭഗവാൻ ആരാധിക്കും. എങ്ങനെയെന്ന് നമുക്ക് ഒരു ചെറിയ ഉദാഹരണത്തിൽ നോക്കാം. ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കട്ടെ. എനിക്ക് ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയെ കാണും, അല്ലെങ്കിൽ പ്രധാനമന്ത്രിയെ തൃപ്തിപ്പെടുത്തണം. ഞാൻ എന്താ ചെയ്യാൻ വേണ്ടിയിട്ട്? എനിക്ക് നേരിട്ട് പ്രധാനമന്ത്രിയെ പോയി കാണാൻ കഴിയില്ല.
വേറെ എന്തൊക്കെ വഴികളിലൂടെ എനിക്ക് പ്രധാനമന്ത്രിയെ തൃപ്തിപ്പെടുത്താൻ കഴിയും, അല്ലെങ്കിൽ പ്രധാനമന്ത്രിയെ കാണാൻ കഴിയും? ആർക്കെങ്കിലും ഒന്ന് പറയാം. പ്രധാനമന്ത്രിയുടെ പറഞ്ഞോളൂ. അടുത്തുള്ള സെക്രട്ടറിമാര് അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, അവരെ അതെ, കണ്ടിട്ട് പ്രധാനമന്ത്രിക്ക് അറിയുന്ന ആൾക്കാരെ, അല്ലെ, പ്രധാനമന്ത്രിക്ക് ഏറ്റവും അടുപ്പമുള്ള ഒരാളോട് ഞാൻ പറയുകയാണ് എനിക്കിങ്ങനെ പ്രധാനമന്ത്രിയെ കാണണം, നിങ്ങൾ എനിക്കൊന്ന് പരിചയപ്പെടുത്തി തരുമോ എന്ന് ചോദിച്ചാൽ അദ്ദേഹം പറയുകയാണെങ്കിൽ പ്രധാനമന്ത്രി പറയുമ്പോൾ എനിക്ക് ഏറ്റവും അടുപ്പമുള്ള ഒരാൾ പറയുന്നതല്ലേ, തീർച്ചയായിട്ടും എന്നെ കാണാമല്ലോ എന്ന് പറയും. അതല്ലാതെ ഞാൻ നേരിട്ട് പോയിട്ട് എനിക്ക് പ്രധാനമന്ത്രിയെ കാണണം എന്നുകൊണ്ട് പ്രധാനമന്ത്രി ഓഫീസിന് മുന്നിൽ സത്യാഗ്രഹം വരുന്ന പ്രധാനമന്ത്രിയെ കാണാൻ കഴിയും? ഒരിക്കലും കഴിയില്ല, അല്ലെ? വലിയ വലിയ മഹത് വ്യക്തികളൊക്കെ അങ്ങനെയാണ്. ഏതൊരു പ്രശസ്തനായിട്ടുള്ള വ്യക്തിയാണെങ്കിലും നമുക്ക് നേരിട്ട് പോയി കാണാനോ കഴിയില്ല. അതേപോലെ തീർച്ചയായും ഭഗവാൻ അങ്ങനെയല്ല കേട്ടോ. ഞാൻ ഭഗവാൻ അങ്ങനെയാണെന്നല്ല പറയുന്നത്, ഒരു ഉദാഹരണത്തിന് വേണ്ടി പറയുന്നു എന്ന് മാത്രം. അതുപോലെ എനിക്കൊരു പക്ഷേ ഭഗവാനെ തൃപ്തിപ്പെടുത്തണം. നമ്മളെല്ലാവരും ആത്മീയ കർമ്മങ്ങൾ ചെയ്യുന്നത് എന്തിനാണ്? ഈശ്വരനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്, അല്ലെ? ഒരിക്കലും ഞാൻ എനിക്ക് വേണ്ടിയിട്ടാവരുത് ആത്മീയ കാര്യങ്ങൾ ചെയ്യുന്നത്. ഈശ്വര എനിക്ക് പണം കിട്ടണേ, എനിക്ക് ഇത് വേണേ അത് വേണേ എന്നുള്ള ചിന്താഗതിയോടെ ഒരിക്കലും നമ്മള് ആത്മീയത അല്ലെങ്കിൽ ആത്മീയ പ്രവർത്തനങ്ങൾ ചെയ്യാൻ പാടില്ല. നമ്മൾ എപ്പോഴും ചെയ്യുന്നത് ഭഗവാനെ അങ്ങ് തൃപ്തിപ്പെടുത്തണേ, അവിടുന്ന് തൃപ്തിപ്പെടണമേ, അവിടുന്ന് തൃപ്തിപ്പെട്ടത് കൊണ്ട് അവിടുന്ന് എനിക്ക് എന്ത് വേണമെന്ന് അങ്ങക്ക് തോന്നുന്നു അതെനിക്ക് നൽകിക്കോളൂ എന്നായിരിക്കണം യഥാർത്ഥ പ്രാർത്ഥന, അല്ലെ? അപ്പോ ഭഗവാനെ തൃപ്തിപ്പെടുത്തുക എന്നുള്ളതാണ് നമ്മളെല്ലാവരെയും ആത്മീയത ചെയ്യുന്നതിന്റെ ലക്ഷ്യം. ഒരിക്കലും അതൊരു എനിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ എനിക്ക് മറ്റ് ഭൗതികമായിട്ടുള്ള സാധനങ്ങൾ ലഭിക്കാൻ വേണ്ടിയിട്ടാവരുത് ഒരു പ്രാർത്ഥന. അപ്പൊ അങ്ങനെ ഭഗവാനെ തൃപ്തിപ്പെടുത്തണമെങ്കിൽ എങ്ങനെ പ്രധാനമന്ത്രിയെ കാണണമെങ്കിൽ പ്രധാനമന്ത്രിയുടെ സെക്രട്ടറിമാരെ കാണണമോ, അതേപോലെ ഭഗവാനെ തൃപ്തിപ്പെടുത്താൻ ഏറ്റവും നല്ല വഴി എന്താന്ന് വെച്ചാൽ ഭഗവാന്റെ ഭക്തന്മാരെ തൃപ്തിപ്പെടുത്തലാണ്. ഭഗവാന്റെ ഭക്തന്മാരെ തൃപ്തിപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്ക് വളരെ എളുപ്പം ഭഗവാനെ തൃപ്തിപ്പെടുത്താൻ കഴിയും. അതല്ലാതെ ഭഗവാന്റെ ഭക്തന്മാരെ മറന്നുകൊണ്ട് അല്ലെങ്കിൽ ഭഗവാന്റെ ഭക്തന്മാരെ ഇഗ്നോർ ചെയ്തുകൊണ്ട് തിരസ്കരിച്ചുകൊണ്ട് ഞാൻ ഭഗവാനോട് മാത്രമേ പ്രാർത്ഥിക്കുകയുള്ളൂ അല്ലെങ്കിൽ ഭഗവാനെ മാത്രമേ ഞാൻ ആരാധിക്കുകയുള്ളൂ എന്ന് പറഞ്ഞ് ഭക്തന്മാരെ തിരസ്കരിക്കുകയാണെങ്കിൽ ഭഗവാൻ ഒരിക്കലും തൃപ്തനാവില്ല എന്നാണ് പറയുന്നത്. അപ്പോ ഭഗവാന്റെ ഏറ്റവും ഉന്നത ഭക്തർകളിൽ ഒരാളായിട്ടുള്ള ശ്രീമതി തുളസി ദേവിയെ ആരാധിക്കുക വഴി എന്ത് പറ്റും എന്ന് വെച്ചാൽ ഭഗവാൻ തൃപ്തിപ്പെടും അത്രേ. കാരണം എന്താണ്? ഭഗവാൻ കാണുന്നു എന്റെ ഭക്തന് അവൻ ഒരു ജീവാത്മാവ് വളരെ പ്രാധാന്യം നൽകുന്നുണ്ട്, എന്റെ ഭക്തനെ ആരാധിക്കുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ അവന് ആത്മീയ ഔന്നത്യം നൽകിക്കൊള്ളാം, അല്ലെങ്കിൽ ആത്മീയതയില് അവന് പുരോഗതി ഞാൻ നൽകിക്കൊള്ളാം എന്ന് ഭഗവാൻ തീരുമാനിക്കുന്നു. അപ്പൊ ഭഗവാനെ തൃപ്തിപ്പെടുത്തണമെങ്കിൽ ഒരു വഴി എന്താന്ന് വെച്ചാൽ തുളസി ദേവി ആരാധിക്കുക, തുളസി ദളങ്ങൾ ഭഗവാന് സമർപ്പിക്കുക എന്നുള്ളതാണ്. അങ്ങനെ ചെയ്യുക വഴി മാത്രമേ നമുക്ക് ഭഗവാനെ തൃപ്തിപ്പെടുത്താൻ കഴിയുള്ളൂ. നേരിട്ട് ഭഗവാനെ തൃപ്തിപ്പെടുത്തുക എന്നുള്ളത് അത്ര എളുപ്പമല്ല. ഭഗവാന്റെ ഭക്തർ വഴി മാത്രമേ നമുക്ക് ഭഗവാനെ തൃപ്തിപ്പെടുത്താൻ കഴിയുള്ളൂ. പല ശാസ്ത്രങ്ങളിൽ, പുരാണങ്ങളിൽ, പല കഥകളിലും കാണാം ഭഗവാൻ നേരിട്ട് പോയി ഭഗവാനെ തൃപ്തിപ്പെടുത്തുന്നതിലും എളുപ്പമാണ് ഭഗവാന്റെ ഭക്തന്മാരിൽ ഒരാൾക്ക് ഒരു സേവനം ചെയ്താൽ ഭഗവാൻ തൃപ്തിപ്പെടുന്നതായിട്ട് നമുക്ക് പല സ്ഥലങ്ങളിലും കാണാൻ കഴിയും. അപ്പൊ തുളസി ദേവിയുടെ ഒരു മഹാത്മ്യം അതാണ്. നിങ്ങൾക്ക് ആത്മീയതയിൽ ഔന്നത്യം വേണം അല്ലെങ്കിൽ ഭഗവാൻ തൃപ്തിപ്പെടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഭഗവാന്റെ ഭക്തന്മാരെ തൃപ്തിപ്പെടുത്തണം, പ്രത്യേകിച്ചും തുളസി ദേവിയെ തൃപ്തിപ്പെടുത്തണം. അത് വളരെ പ്രാധാന്യമുള്ളതാണ്. അത് എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. തുളസി ദേവിയെ നമ്മൾ ഒരു സാധാരണ ചെടിയായിട്ട് മാത്രം കണക്കാക്കാൻ പാടില്ല. അപ്പോ ഞാൻ ഒരു കാര്യം ചോദിക്കാം. എന്തിനാണ് അപ്പൊ തുളസി ദേവി ഈ ഭൗതിക ലോകത്തിലേക്ക് വരുന്നത്? നമ്മളെല്ലാവരും കണ്ടു തുളസി ദേവി ആത്മീയ ലോകത്തിലാണ്. തുളസി ദേവി അവിടുത്തെ രാസലീലയ്ക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ഒരുക്കുന്ന ഒരു മഹത് വ്യക്തിയാണെന്നൊക്കെ നമ്മൾ കണ്ടു. അപ്പൊ എന്തിനായിരിക്കും തുളസി ദേവി ഈ ഭൗതിക ലോകത്തിലേക്ക് വരുന്നത്? ആത്മീയ ലോകത്തിൽ തന്നെ വസിച്ചാൽ പോരെ? സന്തോഷവും സുഖവുമുള്ള ആത്മീയ ലോകം കളഞ്ഞിട്ട് ദുഃഖവും ദുരിതവും കൂടി ഉള്ള, സുഖവും ദുഃഖവും ദുരിതവും സങ്കടവും കഷ്ടവും നഷ്ടവും ഒക്കെയുള്ള ഈ ഭൗതിക ലോകത്തിലേക്ക് തുളസി ദേവി വരുന്നത് എന്തിനാണ്? സ്വാഭാവികമായിട്ടും നമ്മൾ ചിന്തിക്കാം. അതിന് ഒരു ഉത്തരം ഇതാണ്. ഭഗവാൻ ഈ ഓരോ അവതാരം എടുത്ത് ഈ ലോകത്തിലേക്ക് വരുമ്പോൾ ഭഗവാൻ എന്തിന് അവതാരം എടുക്കുന്നു? നമ്മൾ ഞാൻ കഴിഞ്ഞ മാസം ഒരു ക്ലാസ് എടുത്തപ്പോൾ പറഞ്ഞിരുന്നു. ആർക്കൊക്കെ ഓർമ്മയുണ്ടെന്ന് എനിക്കറിയില്ല.
ഭഗവാൻ ഭക്തന്മാരെ അനുഗ്രഹിക്കാൻ വേണ്ടിയിട്ടാണ്. അനുഗ്രഹായ ഭക്താന മാനുഷം ദേഹമാസ്ഥിത ഭജതേ താദൃശി ക്രീഡ യശ്രുത്വാത്ത തരോ ഭവേത്. ഭാഗവതത്തിൽ പറയുന്നത് ഭഗവാൻ അസുരന്മാരെ നിഗ്രഹിക്കാനോ അല്ലെങ്കിൽ മനുഷ്യർക്ക് എന്തെങ്കിലും ഒരു സഹായം ചെയ്യാനോ വേണ്ടി മാത്രമല്ല. സൗണ്ട് ക്ലിയർ ആവുന്നില്ല, ഡബിൾ ആയിട്ട് കേൾക്കുന്ന പോലെ തോന്നുന്നു. എന്റെ സൗണ്ടോ? ആ എന്റെ അതെ സൗണ്ട് അതെ, കേൾക്കുന്നുണ്ടോ? നല്ലൊരു എക്കോ. ക്ലിയർ അല്ല ആണോ? മറ്റുള്ളവർക്കും അങ്ങനെയാണോ? എക്കോ ഉണ്ടോ? ഇല്ല പ്രഭു, കറക്റ്റ് ആണ്, ക്ലിയർ ആണ്. അല്ല ക്ലിയർ ആണ് പ്രഭു. ശരി ശരി. ശിവരാജ് പ്രഭുവിന്റെ ഓഡിയോ ഒന്ന് നോക്കി നോക്കൂ. ചിലപ്പോ പ്രഭുവിന്റെ സൈഡിൽ എന്തെങ്കിലും ഒരു റേഞ്ചിന്റെ നടക്കുന്നത്. റേഞ്ചിന്റെ ആവില്ല, ഒരുപക്ഷെ ചിലപ്പോ മറ്റേ ഹെഡ്സെറ്റ് ഉപയോഗിക്കുന്നതിന്റെ എന്തെങ്കിലും ആയിരിക്കും. ബാക്കിയുള്ളവർക്ക് ക്ലിയർ ആണെന്നാണ് പറഞ്ഞത്. ഒന്ന് നോക്കി നോക്കൂ. ശരി. അപ്പൊ നമ്മൾ എന്താണ് പറഞ്ഞുകൊണ്ടിരുന്നത്? ഭഗവാന്റെ ഭക്തരെ പറ്റി അല്ലെ. ഭഗവാൻ ഈ ഭൗതിക ലോകത്തിലേക്ക് ഭഗവാൻ വരുന്നത് എന്തിനാണ്? ഭഗവാൻ വരുന്നത് ഒരു അസുരനെ കൊല്ലാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അസുരനെ നിഗ്രഹിക്കാൻ വേണ്ടിയിട്ടോ മനുഷ്യർക്ക് എന്തെങ്കിലും സത്കർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടോ മാത്രമല്ല. തീർച്ചയായിട്ടും അത് ചെയ്യാൻ ഭഗവാൻ വരണമെന്നില്ല അല്ലെ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടിരുന്നു, കോടിക്കണക്കിന് ബ്രഹ്മാണ്ടങ്ങൾ സൃഷ്ടിച്ച ഭഗവാന് ആ ബ്രഹ്മാണ്ടങ്ങളിലെ ഒരു പ്ലാനറ്റ് അല്ലെങ്കിൽ ഒരു ഗ്രഹമായിട്ടുള്ള ഈ ഭൂമിയിലെ ഒരു മനുഷ്യനെ നിഗ്രഹിക്കാൻ വേണ്ടി അവതാരം എടുത്ത് വരേണ്ട ആവശ്യമുണ്ടോ? തീർച്ചയായിട്ടും ഇല്ല. അപ്പൊ ഭഗവാൻ എന്തിനാണ് വരുന്നത്? അതാണ് ഭഗവാൻ പറയുന്നത്, മാനുഷം ദേഹമാസ്ഥിതം അനുഗ്രഹായ ഭക്താന എന്നാണ് ഭഗവാൻ പറയുന്നത്. ഇത് 10ാം സ്കന്ധത്തില്, ഭാഗവതത്തിലെ 10ാം സ്കന്ധത്തിൽ പറയുന്നതാണ്. അനുഗ്രഹായ ഭക്താന മാനുഷം ദേഹമാസ്ഥിത. ഭഗവാൻ നമ്മളെ അനുഗ്രഹിക്കാൻ വേണ്ടിയിട്ട്, നമുക്ക് ലീലകൾ കാണിച്ചു തരുന്നത് വഴി നമ്മളെ അനുഗ്രഹിക്കാൻ വേണ്ടിയിട്ട് ആ ലീലകൾ നമുക്ക് നൽകിക്കൊണ്ട് ആ ലീലകൾ നമ്മൾ വീണ്ടും വീണ്ടും കേൾക്കുകയും സ്മരിക്കുകയും പറയുകയും ചെയ്യുമ്പോൾ പതുക്കെ പതുക്കെ നമ്മുടെ ഹൃദയം ശുദ്ധീകരിക്കപ്പെടുന്നു എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഭഗവാന്റെ ലീലകള് എല്ലാ ഭാഗവത സപ്താഹങ്ങളിലും ഭാഗവത സത്രങ്ങളിലും ഒക്കെ ഭഗവാന്റെ ലീലകൾ വീണ്ടും വീണ്ടും പറയുന്നത് ഇതുകൊണ്ടാണ് അത്രേ. കാരണം ഓരോ ലീലകൾ കേൾക്കുന്നത് വഴി നമ്മുടെ മനസ്സ് ശുദ്ധീകരിക്കപ്പെടുന്നു അത്രേ. അങ്ങനെ ശുദ്ധീകരിച്ച് പതുക്കെ നമ്മൾ തിരിച്ച് ഈ ഭൗതിക ലോകത്തിൽ നിന്ന് ആത്മീയ ലോകത്തിലേക്ക് പോവാൻ നമ്മൾ ക്വാളിഫൈഡ് ആകും. അതായത് നമ്മൾ അങ്ങനെ ആ ഒരു ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് തിരിച്ച് ആത്മീയ ലോകത്തിലേക്ക് പോകാൻ കഴിയുള്ളൂ എന്നാണ് പറയപ്പെടുന്നത്. ആ ഒരു ക്വാളിഫിക്കേഷൻ നേടുന്നത് വരെ ഈ ജീവാത്മാവ് വീണ്ടും മറ്റൊരു പൂച്ചയായോ പട്ടിയായോ വീണ്ടും ഒരു മനുഷ്യനായോ ഒരു പുഴുവായോ മരമായോ ഒക്കെ വീണ്ടും വീണ്ടും പുനർജനിച്ചുകൊണ്ടിരിക്കും. അപ്പൊ അങ്ങനെ ആ ജീവാത്മാവിന് ക്വാളിഫിക്കേഷൻ, തിരിച്ചു പോകാൻ ക്വാളിഫിക്കേഷൻ വേണമെങ്കിൽ മനസ്സ് ആത്മീയമാകണം, അല്ലെങ്കിൽ മനസ്സിൽ ആത്മീയത നിറയണം. അങ്ങനെ ആത്മീയത മനസ്സിൽ നിറയണമെങ്കിൽ നമ്മൾ വീണ്ടും വീണ്ടും ഭഗവാന്റെ ലീലകൾ കേൾക്കണം, ഭഗവാന്റെ നാമം ജപിക്കണം. അതിനുവേണ്ടി ആ ലീലകൾ ആടാൻ വേണ്ടി ഭഗവാൻ ഈ ഭൗതിക ലോകത്തിലേക്ക് ഓരോ കാലഘട്ടത്തിലും അല്ലെങ്കിൽ ഓരോ യുഗങ്ങളിലും ഭഗവാൻ അവതരിക്കും. അങ്ങനെ ഭഗവാൻ അവതരിക്കുമ്പോഴൊക്കെ ഭഗവാന്റെ കൂടെ ആര് വരും? ഭഗവാന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഭക്തരെ ഭഗവാൻ ഒന്നുകിൽ ഭഗവാന്റെ മുമ്പായിരിക്കും, അല്ലെങ്കിൽ ഭഗവാൻ അവതാരത്തിന് ശേഷമായിരിക്കും, അല്ലെങ്കിൽ ഭഗവാൻ വരുന്നതിനൊപ്പം തന്നെ കുറെ ഭക്തരും വരും. എന്തിനാന്ന് വെച്ചാൽ ഭഗവാന്റെ ലീലകൾ ആടുമ്പോൾ സഹായിക്കാനാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ, ഭഗവാൻ കൃഷ്ണനായി തന്നെ അവതരിച്ചപ്പോ ഭഗവാന്റെ കൂടെ ബലരാമൻ വന്നു, നന്ദഗോപർ വന്നു, യശോദാമ്മ വന്നു, രാധാറാണി വന്നു, അങ്ങനെ ഗോപന്മാര് വന്നു, ഗോപികമാര് വന്നു, എല്ലാവരും വന്നു. അതേപോലെ ഭഗവാൻ നരസിംഹമായിട്ട് അവതാരം എടുത്തപ്പോ പ്രഹ്ലാദൻ വന്നു. ഹിരണ്യകശിപു പോലും ശരിക്കും ഭഗവാനെ സേവനത്തിൽ സഹായിക്കാൻ വേണ്ടി അവതരിക്കുന്ന ഓരോ വ്യക്തികളാണ്. അവർ നമുക്ക് എല്ലാവർക്കും ഹിരണ്യകശിപുവിന്റെ ഒക്കെ കഥ അറിയാം. അപ്പൊ അങ്ങനെ ഓരോ ഭക്തനും ആത്മീയ ലോകത്തിൽ നിന്നും ഈ ഭൗതിക ലോകത്തിലേക്ക് ഭഗവാനെ സഹായിക്കാൻ വേണ്ടി വരും. അങ്ങനെ വരുന്നത് രണ്ട് കാര്യത്തിനാണ്. ഒന്ന്, അത് അവരുടെ ഡ്യൂട്ടിയാണ്. ഭഗവാനെ സഹായിക്കുക എന്ന് പറയുന്നത്, ഭഗവാനെ സേവിക്കുക എന്ന് പറയുന്നത് ഓരോ ജീവാത്മാവിന്റെയും കർമ്മമാണ്. ആ കർമ്മം നടത്താൻ വേണ്ടി. രണ്ട്, ഈ ഭൗതിക ലോകത്തിലുള്ള ജനങ്ങളെ സഹായിക്കാൻ വേണ്ടി, നമ്മളെ പോലുള്ള നിരാലംബരായിട്ടുള്ള ഈ ഭൗതിക സംസാര ചക്രത്തിൽ തന്നെ പെട്ടുഴലുന്ന നമ്മളെ പോലുള്ള ജീവാത്മാക്കൾക്ക് വേണ്ടി അവർ വീണ്ടും വീണ്ടും വരുമത്രേ. അപ്പൊ അങ്ങനെ അവർ ഭഗവാൻ എപ്പോഴൊക്കെ അവതരിക്കുന്നുവോ അവർ ഓരോ രൂപമെടുത്ത് ഭഗവാന്റെ ആശയ്ക്കനുസരിച്ച്, ഭഗവാന്റെ ഇച്ഛയ്ക്കനുസരിച്ച് അവർ ഓരോ രൂപമെടുത്ത് അവതരിക്കും എന്നാണ് പറയുന്നത്. അതേപോലെ തന്നെയാണ് അത്രയും ശ്രീമതി തുളസി മഹാറാണി, തുളസി ദേവി ഒരു അവതാരം എടുത്തിട്ട്
വരികയാണ് ഈ ഭൗതിക ലോകത്തിലേക്ക്. എന്തിനാണ്? ഒന്ന്, ഭഗവാനെ സേവിക്കാൻ. അവർക്ക് എത്രമാത്രം ഭഗവാനെ സേവിച്ചാലും മതിയാവില്ല എന്നാണ് പറയുന്നത്. ആത്മീയ ഔന്നത്യം നേടിയവർ അല്ലെങ്കിൽ പരമഭക്തരായിട്ടുള്ള ആൾക്കാർക്ക് അവർക്ക് ഭഗവാന്റെ നാമം, നമ്മളൊക്കെ എങ്ങനെയാണ്, നമ്മളൊക്കെ ഒരു 10 മിനിറ്റ് നാമം ജപിക്കും, അല്ലെങ്കിൽ ഒരു 15 മിനിറ്റ് നാമം ജപിക്കും. അവരങ്ങനെയല്ലാത്ത പരിശുദ്ധ ഭക്തന്മാര്, അവർക്ക് നാമം ജപിക്കാതിരിക്കാൻ പറ്റില്ല അത്രേ. നമ്മളൊക്കെ എങ്ങനെ ഫോഴ്സ്ഫുള്ളി നാമം ജപിക്കണോ, അല്ലെ? നമുക്ക് നാമം ജപിക്കാൻ ഒരു ആഗ്രഹമോ അല്ലെങ്കിൽ നാമം ജപിക്കാൻ ഒരു താല്പര്യമോ ഉണ്ടായിട്ടല്ല. അത് ചെയ്യുന്നത് നല്ലതാണെന്ന് നമുക്കറിയാം, ആത്മീയമായിട്ട് ചെയ്യേണ്ട കാര്യമാണെന്ന് നമുക്കറിയാം. അതുകൊണ്ട് നമ്മൾ നാമം ജപിക്കും. പക്ഷെ അതേസമയം ഈ പരിശുദ്ധ ഭക്തന്മാര്, പരമഭക്തന്മാർ അങ്ങനെയല്ല. അവർക്ക് സദാ ജപിച്ചുകൊണ്ടേയിരിക്കണം, സദാ ഭഗവാനെ സേവിച്ചുകൊണ്ടേയിരിക്കണം. അതാണ് അവരുടെ നിത്യസ്വരൂപം. അവരുടെ നിത്യ ജീവിതം എന്ന് പറയുന്നത് ഭഗവാനെ സേവിക്കലാണ്, ഭഗവാന്റെ നാമം ജപിക്കലാണ്. ഒരു ചെറിയ കഥ ഞാൻ പറയാം. 500-600 വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഭക്തൻ ഉണ്ടായിരുന്നു അത്ര. ആ ഭക്തന്, അദ്ദേഹത്തിന് ഒരു പ്രശ്നം, അദ്ദേഹം പരമഭക്തനായിരുന്നു. അദ്ദേഹത്തിന് ഒരേ ഒരു പ്രശ്നമാണ്, അദ്ദേഹത്തിന് നാമം ജപിക്കുന്നത് നിർത്താൻ സാധിക്കില്ല. അപ്പോ ബാത്റൂമിൽ പോകുമ്പോൾ പോലും അദ്ദേഹത്തിന് നാമം ജപിക്കാതിരിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല അത്രേ. അദ്ദേഹം അതുമൂലം വളരെയധികം വ്യസനിച്ചിരുന്നു. ഈശ്വര, ഞാൻ ഈ ചെയ്യുന്നത് തെറ്റാണല്ലോ, എനിക്ക് നാമം ജപിക്കാതിരിക്കാൻ കഴിയുന്നില്ലല്ലോ. ബാത്റൂമിൽ പോകുമ്പോൾ നമ്മൾ ജപിക്കുന്നത് തെറ്റാണ് എന്നൊരു ധാരണ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അദ്ദേഹം വിചാരിച്ചു, അത്തരം സന്ദർഭങ്ങളിൽ നാമം ജപിക്കുന്നത് ശരിയല്ല, അതുകൊണ്ട് ഞാൻ ചെയ്യുന്ന തെറ്റാണ് എന്ന് വിചാരിച്ച് വളരെ വ്യസനിച്ചിരുന്നു അത്ര. അപ്പൊ അദ്ദേഹം എന്ത് ചെയ്യുമായിരുന്നു, ഈ ബാത്റൂമിൽ പോകുമ്പോൾ അദ്ദേഹം നാവ് കടിച്ചു പിടിക്കും അത്രേ. കാരണം അങ്ങനെ കടിച്ചു പിടിക്കുമ്പോൾ നാമം ജപിക്കാൻ സാധിക്കില്ലല്ലോ. നമുക്കും അറിയാം, നാവ് കടിച്ചു പിടിച്ചു കഴിഞ്ഞാല് നമുക്ക് നാമം ജപിക്കാൻ സാധിക്കില്ല, അല്ലെങ്കിൽ വാക്കുകൾ ഉച്ചരിക്കാൻ സാധിക്കില്ല. അതേപോലെ അദ്ദേഹം ചെയ്തു പോന്നു അത്രേ. ഒരിക്കല് മറ്റൊരു ഭക്തൻ ഇതേക്കുറിച്ച് കേട്ടു. ആ ഭക്തൻ വളരെ ചെറുപ്പമായിരുന്നു അത്രേ. എന്നാലും അദ്ദേഹം പരമഭക്തനായിരുന്നു. അദ്ദേഹം ഇതേക്കുറിച്ച് കേട്ടിട്ട് അദ്ദേഹം ആ മറ്റേ ഭക്തനോട് പോയി ചോദിക്കുകയാണ്, എന്തിനാണ് നിങ്ങളെങ്ങനെ നാക്ക് കടിച്ചു പിടിക്കുന്നത്? അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞാൻ ആ ബാത്റൂമിൽ പോകുന്ന സമയങ്ങളിൽ നാമം ജപിക്കുന്നത് തെറ്റല്ലേ, അതുകൊണ്ട് ഞാൻ നാക്ക് കടിച്ചു പിടിക്കുന്നു. എന്നിട്ട് അവർ തമ്മിൽ വളരെ വലിയൊരു ഒരു ഡിസ്കഷൻ ഉണ്ടാകുന്നു. അങ്ങനെ അത് മറ്റൊരു വലിയ കഥയാണ്, അതിലേക്ക് പോകുന്നില്ല. എന്നാലും പരമഭക്തന്മാർ അങ്ങനെയാണത്രേ. അവർക്ക് ഭഗവാന്റെ നാമം ജപിക്കാതിരിക്കാൻ സാധിക്കില്ല, ഭഗവാനെ സേവിക്കാതിരിക്കാൻ സാധിക്കില്ല അത്രേ. അപ്പൊ അങ്ങനെയുള്ള ഭക്തന്മാര്, അവർ എപ്പോഴൊക്കെ ഓപ്പർച്യൂണിറ്റി, എപ്പോഴൊക്കെ അവർക്ക് സന്ദർഭം കിട്ടുന്നുവോ അപ്പോഴൊക്കെ അവർ ഭഗവാന് വേണ്ടി എന്തെങ്കിലും സേവനം ചെയ്യും. കാരണം അവർക്ക് ഭഗവാനെ സേവിക്കാതിരിക്കാൻ സാധിക്കില്ല. അതേപോലെയാണ് അത്ര തുളസി ദേവിയും. തുളസി ദേവി അവർക്ക് എപ്പോഴൊക്കെ സന്ദർഭം ലഭിക്കുന്നുവോ അപ്പോഴൊക്കെ ഈ ഭൗതിക ലോകത്തിലേക്ക് വന്ന് അവർ ഭഗവാന് വേണ്ടി സേവനം ചെയ്യും. അതിനു വേണ്ടിയിട്ടാണ് ഭൗതിക ലോകത്തിൽ അവർ ഒരു ചെടിയായി അവതരിച്ചു അത്ര. അങ്ങനെ ഒരു ചെടിയായി അവതരിക്കുക വഴി അവർ പേഴ്സണലി അവർ എന്ത് ചെയ്യുന്നു, ഭഗവാനെ സേവിക്കുകയാണ്. ഓരോ നിമിഷവും ഓരോ തുളസി ഇല ഭഗവാന്റെ കാൽക്കൽ വീഴുമ്പോഴും ശ്രീമതി തുളസി ദേവി തീർച്ചയായിട്ടും ഭഗവാനെ സേവിക്കുകയാണ്, അല്ലെ? രണ്ടാമത്തെ കാര്യം, ഒരു പരമഭക്തൻ എന്ന് പറഞ്ഞാൽ ആ ഭക്തൻ ഒരിക്കലും തന്നെക്കുറിച്ച് മാത്രം ചിന്തിക്കാറില്ല, അല്ലെ? ഉദാഹരണത്തിന് എന്റെ കയ്യിൽ ഒത്തിരി ഭക്ഷണമുണ്ട്, കുറെ ഭക്ഷണം എന്റെ കയ്യിൽ ഇരിപ്പുണ്ട്. ഞാൻ ഭക്ഷണമില്ലാത്ത കുറെ പേരെ കാണുന്നു. ഞാൻ എന്താണ് ചെയ്യുക? ഞാൻ നല്ല മനസ്സുള്ള ഒരു വ്യക്തിയാണെങ്കിൽ എന്റെ കയ്യിലുള്ള ഭക്ഷണം മുഴുവൻ ഞാൻ വിതരണം ചെയ്യും, അല്ലെ? എനിക്ക് വേണ്ടത് എടുത്തിട്ട് ഞാൻ വിതരണം ചെയ്യും. അതേപോലെയാണ് അത്രേ പരമഭക്തന്മാർ. ഭഗവാന്റെ ഭക്തന്മാർ എങ്ങനെയാന്ന് വെച്ചാല്, അവർ മറ്റൊരു ജീവാത്മാവ് ഭക്തി ഇല്ലാതെ അല്ലെങ്കിൽ ആത്മീയമായിട്ടൊന്നും ചെയ്യാതെ ഭൗതിക ലോകത്തിൽ സുഖവും ദുഃഖവും ആസ്വദിച്ചുകൊണ്ട്, അല്ലെങ്കിൽ സുഖം ആസ്വദിച്ചും ദുഃഖിച്ചുകൊണ്ടും ഈ ലോകത്തിൽ കഴിയുന്നത് കാണാൻ ഒരു പരമഭക്തന് സാധിക്കില്ല അത്രേ. അപ്പൊ ഭക്തൻ എന്ത് ചെയ്യും? ആ ഭക്തൻ മറ്റുള്ളവർക്കും കൂടി ഭക്തി വിതരണം ചെയ്യും. മറ്റുള്ളവരുടെ അടുത്ത് പോയിട്ട് പറയും അത്രേ, നിങ്ങളും ഇതുപോലെ ഭക്തനാവണം, നിങ്ങളും ഭഗവാന്റെ നാമം ജപിക്കണം, ഭഗവാന്റെ പുസ്തകങ്ങൾ വായിക്കണം, ഭഗവത്ഗീതയും ഭാഗവതവും ഒക്കെ വായിക്കണം എന്ന് അവരോട് പോയി പറഞ്ഞ് അവരെ ഭക്തരാക്കാൻ, അല്ലെ അവർക്ക് ഭക്തി നൽകാൻ ശ്രമിക്കും അത്രേ പരമഭക്തർ. അതേപോലെ തുളസി ദേവി മറ്റുള്ള ജീവാത്മാക്കൾക്കും കൂടി ഭക്തി നൽകാൻ വേണ്ടിയിട്ടാണ് അത്രേ ഈ ഭൗതിക ലോകത്തിലേക്ക് വരുന്നത്. അപ്പൊ തുളസി ദേവി എന്താ ചെയ്യുന്നത്? നമ്മളെ ഭഗവാന്റെ അടുത്തേക്ക് എത്തിക്കുകയാണ്. നമ്മൾ ഓരോ തുളസി ഇലയെടുത്ത് ഭഗവാന് സമർപ്പിക്കുമ്പോഴും ഭക്തിയിൽ നമ്മൾ ഒരു പടി മുന്നോട്ട് വെക്കുകയാണ്, അല്ലെ? അപ്പൊ അതേപോലെ നമ്മളെയും ഭഗവാനെയും അടുപ്പിക്കുന്നതിൽ തുളസി ദേവി വളരെ വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട്. ഇതാണ് തുളസി ദേവിയുടെ ഡ്യൂട്ടി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. ഇതുവരെ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കാം.
സംശയങ്ങളില്ലാന്ന് വിശ്വസിക്കുന്നു. പ്രഭു പറഞ്ഞ കഥ വളരെ yes. വളരെ നീണ്ട കഥയാണെന്ന് പ്രഭു പറഞ്ഞു. പക്ഷെ എന്നാലും അതെ. ആ വ്യക്തി കൊടുത്ത എന്തെങ്കിലും ഒരു നിർദ്ദേശം കൊടുത്ത് കാണുമല്ലോ, അത് മാത്രം ഒന്ന് പറയാമോ? അത് പറയാം, തീർച്ചയായും. ടോയ്ലറ്റിൽ പോകുമ്പോ ആ വ്യക്തി പറഞ്ഞ എന്താന്ന് വെച്ചാല്, ഭഗവാന്റെ നാമം ജപിക്കുന്നതിന് സമയം നോക്കേണ്ടതില്ല എന്നാണ് പറയുന്നത്. കാരണം ഭഗവാന്റെ നാമം അമലം ആണത്രേ. അമലപുരാണം, ഭാഗവതത്തിന് അമലപുരാണം എന്ന് പറയാറുണ്ട്. അതായത് ഒരിക്കലും വൃത്തികേട് ഭഗവാന്റെ നാമത്തിനെ അഫക്ട് ചെയ്യില്ല എന്നാണ് പറയുന്നത്. മറ്റെന്ത് മലമായാലും അത് ഭഗവാന്റെ നാമത്തിനെ അഫക്ട് ചെയ്യില്ല. അതുകൊണ്ട് തന്നെ എപ്പോ വേണമെങ്കിലും ഭഗവാന്റെ നാമം ജപിക്കാം. കുളിക്കുമ്പോഴും പാചകം ചെയ്യുമ്പോഴായാലും ഉറങ്ങുന്നതിന് മുമ്പായാലും ഉറക്കത്തിനിടയിലായാൽ പോലും ജപിക്കാൻ പാടുമത്രേ ഭഗവാന്റെ നാമം. അതുകൊണ്ട് മറ്റേ ചെറുപ്പക്കാരനായിട്ടുള്ള ഭക്തൻ അദ്ദേഹം ആ വ്യക്തിയോട് പറഞ്ഞു അത്രേ, മറ്റ് ഭക്തനോട് പറഞ്ഞു അത്രേ, നിങ്ങൾ ചെയ്യുന്നത് ശരിയാണ്, നിങ്ങൾ സദാ ജപിക്കുക. കാരണം ഭഗവാൻ തന്നെ ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്, സതതം കീർത്തയൻ തോമാം യതന്തശ്ച ദൃഢവ്രത മനസ്യന്തശ്ച മാം ഭക്തിയ നിത്യയുക്ത ഉപാസത. എന്റെ ഭക്തന്മാരെങ്ങനെയാണ്? അവർ സദാ എന്റെ നാമം ജപിച്ചുകൊണ്ടിരിക്കുന്നു, സദാ എന്നെ കുറിച്ച് കീർത്തനം ചെയ്തുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ ചെയ്യുന്നതാണ് ശരി എന്ന് ആ ഭക്തൻ പറഞ്ഞു കൊടുത്തു അത്രേ. ആ ഭക്തന് ശരിക്കും 5 വയസ്സായിരുന്നു അത്രേ. അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തിന്റെ പേര് ഗോപാൽ എന്നായിരുന്നു അത്രേ. ഗോപാൽ എന്നായിരുന്നു ആ ഭക്തന്റെ പേര്. ഈ കഥ ഈ ഇവരുടെ ഇടയിൽ നടന്ന സംവാദത്തെ കുറിച്ച് ശ്രീ ചൈതന്യ മഹാപ്രഭു കേൾക്കുകയും ചൈതന്യ മഹാപ്രഭു പറഞ്ഞു, നീ ഇനി മുതൽ ഗോപാൽ അല്ല, നീ ഗോപാൽ ഗുരു ആണ് എന്ന് പറഞ്ഞു. അദ്ദേഹത്തിന് ഒരു നാമം കൊടുത്തു അത്രേ. ഗോപാൽ ഗുരു എന്ന് നാമകരണം ചെയ്തു എന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ടാണ് മാതാജി ഗോപാൽ പ്രഭുവിന് ആ പേര് ഇതുകൊണ്ടാണ്, ഗോപാൽ ഗൗര ഗുരു എന്നുള്ള പേര് വരാൻ കാരണം ഇതാണ്. അതെ. ഹരേ കൃഷ്ണ പ്രഭു. താങ്ക് യു പ്രഭു. ഹരേ കൃഷ്ണ. യെസ് മാതാജി. അപ്പൊ നമ്മൾ ഇത്രയും നേരം തുളസി ദേവിയുടെ പ്രാധാന്യം കണ്ടു. തുളസി ദേവി ആരാണ്, അവരുടെ ഡ്യൂട്ടീസ്, കർത്തവ്യങ്ങൾ എന്തൊക്കെയാണ്, ആത്മീയ ലോകത്തിൽ അവരാരാണ്, ഭൗതിക ലോകത്തിൽ ആരാണ് എന്നൊക്കെ കണ്ടു. ഇനി ചില കാര്യങ്ങൾ ശാസ്ത്രങ്ങളില് പല പല സ്ഥലങ്ങളിലും തുളസി മഹാത്മ്യങ്ങൾ അനേകം ശാസ്ത്രങ്ങളിൽ അനേകം സ്ഥലങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട 2-3 കാര്യങ്ങൾ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. നമ്മുടെ സമയപരിമിതി കൊണ്ട് അത്രേ നമുക്ക് സാധിക്കുകയുള്ളൂ. അതിൽ ഒന്നാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം, ഗൗതമീയ തന്ത്രം എന്ന് പറയുന്ന ഒരു ശാസ്ത്രത്തിൽ നിന്നാണ്. ഇതിൽ പറയുന്നതാണ്, തുളസീദള മാത്രേണ ജലസ്യ ചുലുക്കേനവ വികൃണത്തെ സ്വമാത്മാനം ഭക്തേപ്യോ ഭക്തവത്സല. അതിന്റെ വിവർത്തനം എങ്ങനെയാണ്? ഒരു തുളസിയിലെയും കുറച്ച് ജലവും മാത്രം അർപ്പിക്കുന്ന ഒരു ഭക്തന് ഭക്തവത്സലനായ ഭഗവാൻ സ്വയം വിൽക്കുന്നു എന്നാണ് പറയപ്പെടുന്നത്. അതായത് ഭഗവാനെ സന്തോഷിപ്പിക്കാൻ, ഭഗവാനെ സംതൃപ്തിപ്പെടുത്താൻ നിങ്ങൾ ഒരു വലിയ വിരുന്നൊരുക്കണം എന്ന ആവശ്യമില്ല. വീണ്ടും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ട അതേ കഥ തന്നെ ഞാൻ വീണ്ടും ഒരിക്കൽ പറയാം. നമ്മുടെ വിദുരരുടെ ഭാര്യ, വിദുരരുടെ പത്നി, വിദുര പത്നിയുടെ കഥ നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ? വിദുരർ ഭഗവാൻ ആ നഗരത്തിലേക്ക്, കംസനെ വധിക്കാനായിട്ട് ആ നഗരത്തിലേക്ക് പോകുന്ന വഴി വിദുരരും വിദുരരുടെ ഭാര്യയും വളരെ വലിയ ഭക്തന്മാരായിരുന്നു. അപ്പോ അവരെ കാണാൻ വേണ്ടിയിട്ട് ഭഗവാൻ വിദുരരുടെ ഗൃഹത്തിലേക്ക് അല്ലെങ്കിൽ കൊട്ടാരത്തിലേക്ക് പോവുകയാണ്. ആ കൊട്ടാരത്തിലേക്ക് കടന്നതും വിദുരരുടെ ഭാര്യ സന്തോഷം കൊണ്ട്, ആനന്ദം കൊണ്ട്, ആത്മീയമായിട്ട് സ്വയം മതിമറന്നുകൊണ്ട് അവരെന്ത് ചെയ്യാണ്? അവർ ഭഗവാൻ എന്ത് നൽകണം എന്നറിയാതെ ചുറ്റും നോക്കി അടുക്കളയിൽ പോയി, അടുക്കളയിൽ കുറച്ച് പഴം ഇരിപ്പുണ്ടായിരുന്നു, വാഴപ്പഴം ഉണ്ടായിരുന്നു. പഴം എടുത്തുകൊണ്ടുവന്ന് അവർ തൊലി ഉരിച്ച് ആ പഴത്തെ നേരെ എടുത്ത് അവരുടെ ചവറ്റുകൊട്ടയിൽ ഇട്ടിട്ട് തൊലിയെടുത്ത് ഭഗവാന് കൊടുക്കുകയാണ് അത്രേ. കാരണം അവർ ആത്മീയാനന്ദത്താൽ സ്വയം മതിമറന്നു പോയിരുന്നു. ആ ഒരു അവസ്ഥയിൽ അവരെന്താണ് ചെയ്യുന്നത് അവർക്കും അറിയില്ലായിരുന്നു. ആ ഒരു ആത്മീയമായിട്ടുള്ള അതിരേകം വരുന്ന ഒരു അവസ്ഥയിൽ അവരെന്ത് ചെയ്തു? ആ തൊലിയെടുത്ത് ഭഗവാന് കൊടുത്തു അത്രേ. ഭഗവാൻ എന്താ ചെയ്തത്? ഭഗവാൻ അത് തൃപ്തിയോടെ വാങ്ങിക്കഴിച്ചു എന്നാണ് പറയുന്നത്. കാരണം അവർ നൽകിയത് എന്തുകൊണ്ടാണ്? അവർ ഭക്തിയോടെയാണ് അവർ നൽകിയത്. ഒരിക്കലും ഭക്തി ഇല്ലാതെയല്ല നൽകിയത്. ഭഗവാൻ തൃപ്തിപ്പെടണമെങ്കിൽ ഭക്തിയില്ലാതെ 1008 വിഭവങ്ങൾ ഭഗവാന് സമർപ്പിക്കുന്നതിലും വലുതാണ് ഭക്തിയോടെ ഒരു വിഭവം സമർപ്പിക്കുക എന്ന് പറയുന്നത്. ഭഗവാൻ തൃപ്തിപ്പെടാൻ അത്രമാത്രം മതി എന്നാണ് പറയുന്നത്. നമ്മളെ കൊണ്ട് എന്ത് സാധിക്കുമോ അത് നൽകിയാൽ ഭഗവാൻ തൃപ്തിപ്പെടും. കാരണം എന്താണ്? 2 കാര്യങ്ങളാണ്. 2 കാരണങ്ങൾ കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്. ഒരു കാരണം എന്താണെന്ന് വെച്ചാല്, ഭഗവാന് നൽകാനായിട്ട് നമ്മുടെ കയ്യിൽ ഒന്നുമില്ല അല്ലെ? ഈ കാണുന്നതെല്ലാം നമുക്ക് ആര് നൽകിയതാണ്? ഭഗവാൻ നൽകിയത് തന്നെയാണ് അല്ലെ?
ഓരോ മൺതരി പോലും സൃഷ്ടിച്ചത് ഭഗവാനാണ്. ഭഗവാൻ തന്നെ പറയുന്നുണ്ട്, പിതാഹമസ്യ ജഗത്തോ മാതാ ധാതാ പിതാമഹ വേദ്യം പവിത്രം ഓംകാര ഋക്സാമയ ജുരേവച്ച. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടിരുന്നു. ഈ മൊത്തം സൃഷ്ടിയുടെ പിതാവും മാതാവും പിതാമഹനും ഞാൻ തന്നെയാണ് എന്ന് പറയുന്നത് അല്ലെ. അഹമാത്മാ ഗുഡകേശ സർവഭൂതാശയസ്ഥിത അഹം ആദിശ്ച മധ്യം ച ഭൂതാനാമന്തേവച്ച. ഞാനാണ് എല്ലാവരുടെയും ഹൃദയത്തിൽ കുടികൊള്ളുന്ന പരമാത്മാവ്, എല്ലാ ജീവജാലങ്ങളുടെയും ആദിയും മധ്യവും അന്തവും ഞാനാണ് എന്ന് ഭഗവാൻ പറയുന്നത്. ആ ഭഗവാന് ഈ കോടിക്കണക്കിന് ബ്രഹ്മാണ്ടങ്ങളുള്ള ഭൗതിക ലോകവും ഭൗതിക ലോകത്തിന്റെ 3 ഇരട്ടിയാണ് അത്ര ആത്മീയ ലോകത്തിന്റെ വലിപ്പം. ആ ആത്മീയ ലോകവും സൃഷ്ടിച്ച ഭഗവാന് എന്ത് നൽകിയാണ് നമ്മൾ തൃപ്തിപ്പെടുത്തുക? എത്ര വലിയ വിരുന്നൊരുക്കിയാലും ഭഗവാന്റെ ഒരു അംശം പോലും ആവില്ല അല്ലെ. ഭഗവാന്റെ ഒരു അംശം പോലും എത്താൻ നമുക്കാവില്ല. അതുകൊണ്ട് ഭഗവാനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടത് ഒരു പക്ഷേ നമ്മളുടെ കയ്യിലുള്ള മോടി കാണിക്കലല്ല. നമ്മൾ വളരെ ധനാഢ്യരായിട്ടുള്ള വ്യക്തികള് അവരെ മോടി കാണിക്കാൻ വേണ്ടി ക്ഷേത്രങ്ങളിലേക്ക് വരുമ്പോൾ വളരെ വലിയൊരു വഴിപാട് കഴിക്കാറുണ്ട്, അല്ലെങ്കിൽ വളരെ വലിയ അത് ചെയ്യാറുണ്ട് ഇത് ചെയ്യാറുണ്ട്, അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. പക്ഷെ ഭഗവാൻ നോക്കുന്നത് അതല്ല. പലപ്പോഴും ചിലർ വിഷമിച്ചിട്ട് പറയാറുണ്ട്, ഭഗവാനെ എനിക്ക് അതൊന്നും ഇല്ലല്ലോ, അങ്ങേക്ക് നൽകാൻ അതൊന്നും ഇല്ലല്ലോ എന്ന് പലരും ചിന്തിക്കാറുണ്ട്. അപ്പൊ അവർക്ക് സമാധാനിക്കാം. കാരണം ഭഗവാൻ അതല്ല നോക്കുന്നത്. നമ്മൾ എന്തൊക്കെ നൽകുന്നു അല്ലെങ്കിൽ എത്രമാത്രം നൽകുന്നു എന്നല്ല, പകരം നമ്മൾ എങ്ങനെ നൽകുന്നു എന്നാണ് ഭഗവാൻ നോക്കുക. അങ്ങനെ ഭക്തിയോടെയാണ് നമ്മൾ നൽകുന്നതെങ്കിൽ ഒരു കപ്പിൽ കുറച്ച് ജലം നൽകിയാൽ പോലും ഭഗവാൻ സന്തോഷിക്കും. നമുക്ക് സുധാമാവിന്റെ കുചേലന്റെ കഥ നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ. ഒരു മുഷിഞ്ഞ തുണിയില് ഒരു പിടി അവൽ മാത്രമായിരുന്നു സുധാമാവ് കൊണ്ടുപോയത്. പക്ഷെ ആർത്തിയോടെ ഭഗവാൻ അത് മേടിച്ചു കഴിച്ചു എന്നാണ് പറയുന്നത്. കാരണം എന്താ? അത്രയ്ക്കും ഭക്തിയോടെയാണ് കുചേലൻ അത് കൊണ്ടുപോയത്. തന്റെ ബാല്യകാല സുഹൃത്തായ ഭഗവാനെ കാണാൻ വേണ്ടി സ്നേഹത്തോടെ, പ്രേമത്തോടെ, ഭക്തിയോടെ പൊതിഞ്ഞു കൊണ്ടുപോയ അബിലായിരുന്നു. കാരണം സുധാമാവിന് അത്രയും സാധിക്കുമായിരുന്നു. അപ്പൊ അങ്ങനെ ഭക്തിയോടെ നൽകുന്നത് എന്തും ഭഗവാൻ ചിന്തിക്കുക പോലും ചെയ്യാതെ സ്വീകരിക്കും എന്നാണ് പറയപ്പെടുന്നത്. എന്ത് നൽകിയാലും നമ്മൾ കണ്ടു, വിധവരുടെ ഭാര്യ പഴത്തൊലി നൽകിയപ്പോൾ പോലും സ്വീകരിച്ചു. മുഷിഞ്ഞ തുണിയിൽ കെട്ടിയ അവൽ നൽകിയപ്പോൾ പോലും ഭഗവാൻ സ്വീകരിച്ചു. അപ്പോ അതാണ് പറയപ്പെടുന്നത്, ഭക്തവത്സലനാണ് ഭഗവാൻ. അങ്ങനെയുള്ള ഭക്തവത്സലനായിട്ടുള്ള ഭഗവാൻ ഒരു തുളസിയിലെയും കുറച്ച് ജലവും മാത്രം അർപ്പിക്കുന്ന ഭക്തന് ഭഗവാൻ സ്വയം വിൽക്കുന്നു എന്നാണ് പറയപ്പെടുന്നത്. ശശി കൃഷ്ണ, എന്തെങ്കിലും സംശയങ്ങളുണ്ടോ? കൈ ഉയർത്തിയിരുന്നു. ഇല്ലാന്ന് വിശ്വസിക്കുന്നു. പറഞ്ഞോളൂ. ലീല പങ്കജാക്ഷൻ, എന്തെങ്കിലും സംശയമുണ്ടോ? ശരി. അടുത്തത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വളരെ വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു ശ്ലോകമാണ്. പത്രം പുഷ്പം ഫലം തോയം യോമേ ഭക്തിയാ പ്രയച്ഛതി തദഹം ഭക്തി ഉപഹൃതം അശ്നാമി പ്രേതാത്മന. ഭഗവത്ഗീതയിലെ 9-ാം അധ്യായത്തിലെ 26-ാമത്തെ ശ്ലോകമാണ്. ഇതിൽ ഭഗവാൻ പറയുന്നത് എന്താ? ഭക്തൻ പത്രം, അതായത് ഒരു തുളസിയില, അല്ലെങ്കിൽ ഒരു പുഷ്പം, അതായത് ഒരു പൂവ്, ഫലം, എന്തെങ്കിലും ഒരു പഴം, തോയം, അതായത് കുറച്ച് ജലം, ഇത് മാത്രം നൽകിയാൽ മതി. തദഹം ഭക്തി ഉപഹൃതം അശ്നാമി പ്രേതാത്മന. ഭഗവാനെ സന്തോഷിപ്പിക്കാൻ അല്ലെങ്കിൽ ഭഗവാൻ സ്വീകരിക്കാൻ ഇത് മാത്രം നൽകിയാലും ഭഗവാൻ തൃപ്തിപ്പെടും, ഭഗവാൻ സന്തോഷത്തോടെ സ്വീകരിക്കും എന്നാണ് പറയപ്പെടുന്നത്. അപ്പൊ അതാണ് തുളസീദേവിയുടെ പ്രാധാന്യം അല്ലെങ്കിൽ മഹാത്മ്യം എന്ന് പറയപ്പെടുന്നത്. തുളസീദേവി ഇല്ലാതെ നമ്മൾ എന്തർപ്പിച്ചാലും ഭഗവാൻ അത് സ്വീകരിക്കില്ലത്രേ. നമ്മൾ എന്തർപ്പിച്ചാലും ഭഗവാൻ സ്വീകരിക്കണമെങ്കിൽ അതിൽ തുളസീദേവി വേണം. അതുകൊണ്ടാണ് അമ്പലങ്ങളിൽ, ക്ഷേത്രങ്ങളിലും ഒക്കെ നിവേദിക്കുമ്പോൾ എല്ലാവരും ഒരു തുളസി ഇലയെങ്കിലും ഇടാറുള്ളത്. ആ തുളസി ഇല ഇടാതെ ഒരു സ്ഥലത്ത്, ഒരു ക്ഷേത്രങ്ങളിലും നിവേദ്യം അല്ലെങ്കിൽ മറ്റൊരു കാര്യങ്ങളും ചെയ്യാറില്ല എന്ന് പറഞ്ഞു. ഏറ്റവും ഭഗവാന് പ്രിയപ്പെട്ട ഏറ്റവും പ്രിയപ്പെട്ട മാല തുളസി മാലയാണെന്നാണ് പറയപ്പെടുന്നത്. മറ്റെത്ര ഫലങ്ങൾ, എത്ര നിറത്തിലുള്ള, എത്ര ഭംഗിയുള്ള, എത്ര മാലകൾ, എത്ര ഹാരങ്ങൾ നൽകിയാലും തുളസി ഇല കൊണ്ടുള്ള ഹാരം നൽകുന്നത്ര സന്തോഷം ഭഗവാന് മറ്റൊന്നിനും ലഭിക്കില്ല എന്നാണ് പറയപ്പെടുന്നത്. അത്രയ്ക്കും പ്രിയമാണ് ഭഗവാന് തുളസി ദേവിയോട്. ഭഗവാൻ എല്ലാ ഭക്തന്മാരോടും പ്രിയമാണ്, തുളസി ദേവിയോട് അതീവ പ്രിയമാണ്. കാരണം തുളസി ദേവി അത്ര വലിയൊരു ഭക്തയാണ്. അടുത്തത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇപ്പൊ നമ്മൾ തുളസി ദേവിയുടെ മഹാത്മ്യം കണ്ടു, തുളസി ദേവിയുടെ പ്രാധാന്യം കണ്ടു, തുളസി ദേവി ആരാണെന്ന് നമ്മൾ മനസ്സിലാക്കി. ഇനി അടുത്തത് തുളസി ദേവിയെ എങ്ങനെ ആരാധിക്കണം,
നമ്മൾ പൊതുവെ എങ്ങനെ ആരാധിക്കണം, തുളസി ദേവിയെ എങ്ങനെ നമ്മൾ എങ്ങനെ എന്താ ചെയ്യുക, ഓരോ ദിവസവും തുളസി ദേവിക്ക് എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് അറിയേണ്ടത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം പൊതുവെ നമ്മുടെ ഇന്ത്യയില് തുളസി ദേവിയെ ആരാധിക്കുന്നത് മറ്റ് നോർത്ത് ഇന്ത്യയിലൊക്കെ ഉണ്ട്, കേരളത്തിൽ പൊതുവെ കുറവാണ്. കേരളത്തിൽ പലപ്പോഴും നമ്മൾ തുളസി ദേവിയെ ഒരു ചെടി മാത്രമായിട്ടാണ് പലപ്പോഴും നമ്മൾ കാണാറുള്ളത്. അതുകൊണ്ട് അങ്ങനെ ചെയ്യുന്നത് അത്ര ശരിയല്ല. തുളസി ദേവിയെ ഒരു പരമഭക്തയായി കാണണം. ഒരു പരമഭക്ത, ഭഗവാന്റെ ഭക്ത നമ്മുടെ മുമ്പിൽ വന്നു നിന്നാൽ എങ്ങനെ നമ്മൾ അവരെ ആരാധിക്കോ, അവരെ ബഹുമാനിക്കോ, അതേപോലെ വേണം അത്രേ ഓരോ ദിവസവും തുളസി ദേവിയെ ആരാധിക്കാൻ. അതുകൊണ്ട് തുളസി ദേവി ആരാധിക്കാൻ ചില കാര്യങ്ങൾ ശാസ്ത്രങ്ങളിൽ പറയുന്നുണ്ട്, ഒത്തിരി കാര്യങ്ങൾ പറയുന്നുണ്ട് കേട്ടോ. എത്രയോ നിയമങ്ങളുണ്ട്, തത്വങ്ങളുണ്ട്. അവയൊന്നും പറയാൻ ഇപ്പൊ സമയം എന്നിരിക്കും. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, തുളസി ദേവിയെ ആരാധിക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ തുളസി ദേവിയുടെ ഓരോ ഇല എടുക്കുമ്പോൾ പോലും സൂക്ഷിക്കണം. മറ്റുള്ള ഇല നമ്മൾ പറിച്ചെടുക്കാറില്ലേ, അതുപോലെയൊക്കെ പലരും തുളസി ദേവിയുടെ ഇലകൾ പറിച്ചെടുക്കാറുണ്ട്. അത് പാടില്ല അത്രേ. ശരിക്കും പറയുകയാണെങ്കിൽ ശാസ്ത്രത്തില് തുളസി ഇല എടുക്കുന്നതിന് മുമ്പ് പോലും ഒരു മന്ത്രമുണ്ട്. ആ മന്ത്രം ജപിച്ചുകൊണ്ട് വേണം അത്രേ തുളസി ഇല എടുക്കാൻ. അങ്ങനെ ജപിച്ചുകൊണ്ട് മാത്രമേ ഇന്നും ഇസ്കോണിലെ ഭക്തന്മാർ ഓരോ ദിവസവും തുളസിയുടെ ഇല എടുക്കുമ്പോൾ അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ഇല എടുക്കാറുള്ളത്. ആ മന്ത്രം ജപിക്കുന്നത് വളരെ നല്ലതാണ്. ഒരിക്കലും വെറും ഒരു ചെടിയിൽ നിന്നും പറിച്ചെടുക്കുന്ന പോലെ നമ്മൾ എടുക്കാൻ പാടില്ല എന്നുള്ളതാണ് ആദ്യത്തെ നിയമം. രണ്ടാമത്തെ കാര്യം എന്താന്ന് വെച്ചാല്, തുളസി ഇലയിൽ നിന്ന് എപ്പോ ഇല എടുക്കാം? ദ്വാദശിയുടെ അന്ന് നമ്മൾ തുളസി ഇല പറിക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു നിയമമാണ്. പല പല ശാസ്ത്രങ്ങളിലും ഈ കാര്യം പറയുന്നുണ്ട്. തുളസി ദേവിയെ ദ്വാദശിയുടെ അന്ന് മാത്രം, ഏകാദശിയുടെ അടുത്ത ദിവസമായിട്ടുള്ള ദ്വാദശിയുടെ അന്ന് തുളസി ഇല എടുക്കാൻ പാടില്ല എന്നാണ് പറയപ്പെടുന്നത്. മൂന്നാമത്തെ കാര്യം, തുളസി ദേവിയെ പരിപാലിക്കുമ്പോൾ നമ്മൾ മറ്റുള്ള ചെടികളെ പരിപാലിക്കുന്ന പോലെ തീർച്ചയായിട്ടും പരിപാലിക്കണം. അതിനപ്പുറം ഒരു ബഹുമാനത്തോടെ വേണം അത്രേ നമ്മൾ ഓരോ തുളസിയുടെ ഓരോ ഇലയും പരിപാലിക്കാൻ. നമ്മൾ അത്രയ്ക്കും പ്രാധാന്യം കൊടുത്തുണ്ട്. ഒരു മനുഷ്യൻ, എന്താ പറയാ, ഒരു രാജാവ് നമ്മുടെ ഗൃഹത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ അദ്ദേഹത്തെ എങ്ങനെ പരിപാലിക്കുമോ അതേപോലെ വേണം അത്രേ തുളസി ദേവിയുടെ ഓരോ ഇലയെയും പരിപാലിക്കും. കാരണം അത് വെറും ഒരു ചെടി മാത്രമല്ല, ഒരു ഉന്നത ഭക്തയാണ്. ശ്രീല പ്രഭുപാദർ, ഇസ്കോണിന്റെ സ്ഥാപകാചാര്യനായിട്ടുള്ള ശ്രീല പ്രഭുപാദർ അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരോട് പറയാറുണ്ട് അത്രേ, നിങ്ങൾ തുളസിയിലെ ഇലയുടെ നിഴലിൽ പോലും ചവിട്ടാൻ പാടില്ല എന്ന് പറയാം. ആ നിഴലിൽ നിന്ന് പോലും മാറി നിൽക്കണം എന്ന് ശ്രീല പ്രഭുപാദർ പറയാറുണ്ട്. അത്രയ്ക്ക് ബഹുമാനം നമ്മൾ തുളസി ദേവിക്ക് നൽകണം എന്നാണ് പറയുന്നത്. അങ്ങനെ ബഹുമാനം നൽകുമ്പോൾ തീർച്ചയായിട്ടും ഭഗവാൻ സന്തോഷിക്കും. ഭഗവാൻ സന്തോഷിക്കുന്നത് വഴി നമുക്ക് ഭക്തി ഔന്നത്യം നേടാൻ കഴിയും. ഇസ്കോണിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ഓരോ ദിവസവും തുളസി ദേവിക്ക് ആരതി അർപ്പിക്കാറുണ്ട്. ആ ആരതി ദിവസവും നൽകുക വഴി തുളസി ദേവിയെ ഭഗവാന്റെ ഏറ്റവും വലിയ ഭക്തയായിട്ട് അംഗീകരിക്കുന്നതാണ്. അങ്ങനെ തുളസി ദേവിയെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി തുളസി ആരതി ഇസ്കോണിലെ എല്ലാ ക്ഷേത്രങ്ങളിലും നമ്മൾ എല്ലാ ദിവസവും ചെയ്യാറുണ്ട്. ആ ആരതി കഴിയുന്നവർക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റും. മറ്റ് നമ്മുടെ ഗ്രഹത്തിൽ ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, എന്നും തുളസി ചെടികൾക്ക് കുറച്ച് ജലം ഒഴിക്കുക. അങ്ങനെ തുളസിച്ചെടിക്ക് ജലം ഒഴിക്കുന്നത് വഴി നമ്മൾ ആത്മീയൗന്നത്യം കൈവരിക്കും എന്നാണ് ശാസ്ത്രങ്ങൾ പറയുന്നത്. അതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ പാചകം ചെയ്യുമ്പോൾ നമ്മൾ പാചകം ചെയ്യുന്ന ഭക്ഷണം ആദ്യം ഭഗവാൻ അർപ്പിച്ചുകൊണ്ട് ആണ് നമ്മൾ കഴിക്കേണ്ടതെന്നാണ് ശാസ്ത്രങ്ങൾ ശരിക്കും പറയുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ ഒരു ഭാഗം ഭക്ഷണം എടുത്തുകൊണ്ട് ആ ഭക്ഷണത്തിൽ ഒരു തുളസിയില വെച്ചുകൊണ്ട് ഭഗവാൻ അർപ്പിച്ചിട്ട് വേണമത്രേ നമ്മൾ കഴിക്കാൻ. അങ്ങനെ കഴിക്കുക വഴി ഭഗവാൻ അത് പ്രസാദമായിട്ട് നമുക്ക് തിരിച്ചു തരാണ്. ഭഗവാൻ ഭക്ഷിച്ചതിന് ശേഷം അത് പ്രസാദമായിട്ട് നമുക്ക് നൽകുകയാണ്. ആ പ്രസാദം കഴിക്കുക വഴി നമ്മുടെ ശരീരത്തിന് പോഷണം ലഭിക്കും, നമുക്ക് ആത്മീയമായിട്ട് വേണ്ട ഊർജവും ലഭിക്കും. അപ്പൊ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇതും നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം. കഴിയുന്നവരൊക്കെ മാംസാഹാരം തീർച്ചയായിട്ടും നമുക്ക് ഭഗവാനെ വേദിക്കാൻ പാടില്ല എന്നറിയാം. മാത്രമല്ല, ഉള്ളിയും വെളുത്തുള്ളിയും ചേർത്ത ഭക്ഷണ സാധനങ്ങൾ നമ്മൾ ഭഗവാൻ പൊതുവെ നിവേദിക്കാറുണ്ട്. അതല്ലാത്ത ഭക്ഷണങ്ങൾ നിങ്ങൾ പാചകം ചെയ്യുകയാണെങ്കിൽ അത് ഭഗവാന് ആദ്യം നിവേദിച്ചതിന് ശേഷം, തുളസിയില വെച്ചുകൊണ്ട് നിവേദിച്ചതിന് ശേഷം സ്വീകരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആത്മീയതയിൽ വളരെ വേഗത്തിൽ തന്നെ
ഔന്നത്യം പ്രാപിക്കാൻ സാധിക്കും. മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ദിവസവും ഈ മന്ത്രം ഓരോ പ്രാവശ്യമെങ്കിലും അല്ലെങ്കിൽ കഴിവെങ്കിൽ 3 പ്രാവശ്യമെങ്കിലും ജപിക്കാം. ഞാൻ ഒരു തവണ ഈ മന്ത്രം ജപിക്കാം. നിങ്ങൾക്കിത് എല്ലാ ദിവസവും ഗൃഹത്തില് കഴിയുന്നത്ര തവണ മിനിമം 3 തവണ തുളസി ദേവിക്ക് നമസ്കരിച്ചുകൊണ്ട് ജപിക്കുകയാണെങ്കിൽ വളരെ പ്രധാനമാണ്. ഇസ്കോണിൽ എല്ലാ ആരതിക്ക് മുൻപും എല്ലാ തുളസി ആരതിക്ക് മുൻപും ഒരു തവണ ഈ 3 തവണ ഈ മന്ത്രം ജപിച്ച് തുളസി ദേവിയെ നമസ്കരിച്ചതിന് ശേഷമാണ് തുളസി ആരതി ചെയ്യാറുള്ളത്. അപ്പൊ ഞാൻ ഒരു തവണ ഒന്ന് ഉറക്കെ ചെല്ലാം. നിങ്ങൾക്ക് മ്യൂട്ടിൽ ഇരുന്നുകൊണ്ട് ചെല്ലാം. വൃന്ദായേ തുളസി ദേവിയായി പ്രിയായേ കേശവസ്യ ച കൃഷ്ണഭക്തി പ്രദേ ദേവി സത്യവത്യേ നമോ നമഃ. ഒരു വട്ടം കൂടി ചെല്ലാം. വൃന്ദായേ തുളസി ദേവിയായേ പ്രിയായേ കേശവസ്യ ച കൃഷ്ണഭക്തി പ്രദേ ദേവി സത്യവത്യേ നമോ നമഃ. വൃന്ദായേ തുളസി ദേവിയായേ പ്രിയായേ കേശവസ്യ ച കൃഷ്ണഭക്തി പ്രദേ ദേവി സത്യവത്യേ നമോ നമഃ. ഇതിന്റെ അർത്ഥം എന്താണ് പറയുന്നതെന്ന് വെച്ചാല് ഭഗവാൻ കേശവൻ ഏറ്റവും പ്രിയപ്പെട്ട തുളസി ദേവിക്ക് ഞാൻ നമസ്കാരങ്ങൾ അർപ്പിക്കുന്നു. കൃഷ്ണഭക്തി പ്രദേ ദേവി, ദേവി മൂലമാണ് എനിക്ക് കൃഷ്ണഭക്തി ലഭിക്കുന്നത്. കൃഷ്ണഭക്തി പ്രദാനം ചെയ്യുന്ന ദേവി സത്യവതിയായിട്ടുള്ള അങ്ങേക്ക് എന്റെ വീണ്ടും വീണ്ടും നമസ്കാരം എന്നാണ് ഈ ശ്ലോകം പറയുന്നത്. ഈ ശ്ലോകം വേണ്ടവർക്ക് ഓരോ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാവുന്നതാണ്. ഈ ശ്ലോകം ദിവസവും 3 തവണയെങ്കിലും നിങ്ങൾക്ക് ചൊല്ലി തുളസി ദേവിക്ക് നമസ്കരിക്കാവുന്നതാണ്. അങ്ങനെ നമസ്കരിക്കുന്ന വഴി തുളസി ദേവിയുടെ എല്ലാ അനുഗ്രഹവും ഉണ്ടാകും. അങ്ങനെ തുളസി ദേവിയുടെ അനുഗ്രഹം ഉണ്ടാകുന്നത് വഴി നമുക്ക് വളരെ എളുപ്പം ഭഗവാന്റെ അനുഗ്രഹം നേടാൻ കഴിയും. ഒരു കാര്യം പറയാനുള്ളത്, നമ്മൾ ഭഗവാന്റെ ഭക്തന്മാരെ ആരാധിക്കുന്നു എന്ന് പറയുമ്പോൾ ചിലർക്കെങ്കിലും മനസ്സിൽ സംശയം ഉണ്ടാവും. ഒരിക്കലും ഭഗവാന്റെ ഭക്തന്മാരെ ആരാധിക്കുമ്പോൾ അവരെ ഈശ്വരനായിട്ടല്ല ആരാധിക്കുന്നത്, അവരെ ഒരു മഹത് വ്യക്തിയായിട്ട് ഭക്തനായിട്ടാണ് ആരാധിക്കുന്നത്. അപ്പൊ ഒരിക്കലും തെറ്റിദ്ധരിക്കരുത്. നമ്മൾ തുളസി ദേവി ആരാധിക്കാൻ പറയുന്നു എന്ന് പറയുമ്പോൾ തുളസി ദേവി ഒരിക്കലും ഈശ്വരനായിട്ടല്ല ആരാധിക്കുന്നത്. തുളസി ദേവിയെ ഭഗവാന്റെ ഏറ്റവും വലിയ ഭക്തയായിട്ടാണ് ആരാധിക്കുന്നത്. അപ്പൊ ഒരു മഹത് വ്യക്തി നമ്മുടെ ഗൃഹത്തിലേക്ക് വരുമ്പോൾ നമ്മൾ എങ്ങനെ അവരെ ആരാധിക്കുമോ അതുപോലെ തുളസി ദേവിയെ ആരാധിക്കുന്നു എന്ന് മാത്രം. ഭഗവാനാണ്, ഭക്തർ ഭക്തരാണ്. ഭക്തർക്കോ മറ്റൊരു ജീവാത്മാവിനോ ഒരിക്കലും ഭഗവാനോ ഈശ്വരനോ ആവാൻ കഴിയില്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും മനസ്സിലാവും. 9:20 ആവുന്നു. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് അടുത്തൊരു 5 മിനിറ്റ് സംശയത്തിനായിട്ട് ചെലവഴിക്കാം, അല്ലെങ്കിൽ നമുക്ക് അവസാനിപ്പിക്കാം. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. നമ്മള് തുളസി മഹാറാണീനല്ല വിഷ്ണു പത്നി എന്ന് പറയുന്നത്, അല്ല വൃന്ദാറാണി? വൃന്ദാദേവി തന്നെയാണ്. തുളസി ദേവിയുടെ മറ്റൊരു പേരാണ് വൃന്ദ എന്നുള്ളത്. വൃന്ദ. ഹരേ കൃഷ്ണ. തുളസിദേവിയുടെ മറ്റൊരു പേരാണ് വൃന്ദാദേവി എന്നുള്ളത്. തുളസി ദേവി ശരിക്കും ഭൗതിക ലോകത്തിൽ വന്നതിനെ പറ്റി വളരെ വലിയൊരു കഥയുണ്ട്. കുറച്ച് നീണ്ട കഥയാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് പറയാൻ നിർവാഹമില്ല. മറ്റൊരു ക്ലാസ്സിലാവും. അത് വളരെ വലിയൊരു കഥയാണ് തുളസി ദേവി ലോകത്തിൽ വരുന്നത്. അത് മറ്റൊരു ക്ലാസ്സിൽ നമുക്ക് തീർച്ചയായിട്ടും പറയാം. പക്ഷെ തുളസി ദേവിയുടെ മറ്റൊരു പേരാണ് വൃന്ദ എന്നുള്ളത്. ഹരേ കൃഷ്ണ. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങളുണ്ടോ തുളസി ദേവിയെ ആരാധിക്കുന്നതിനെ കുറിച്ചോ? ഹരേ കൃഷ്ണ പ്രഭുജി, തുളസി മന്ത്രം ഒന്നും ഞങ്ങൾക്ക് പഠിക്കാൻ ഇട്ട് തരണേ. ആ ഗ്രൂപ്പിലാണോ? ശരി ശരി മതി. പ്രഭുജി, Yes, ഹരേ yes, കൃഷ്ണ. പ്രതീഷ്. പ്രഭുജി, ചെറിയൊരു സംശയം. നമ്മൾ സ്ഥിരമായിട്ട് തുളസി മാലയൊക്കെ ധരിക്കുന്ന ആൾക്കാരാണല്ലോ. ആ. അപ്പൊ നമ്മൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു പല സ്ഥലങ്ങളിലും പോകേണ്ടി വരും. ചിലപ്പോൾ അശുദ്ധിയുള്ള സ്ഥലങ്ങൾ ഉണ്ടാവും, മരണ വീടുകൾ, അങ്ങനെ പലതും ഉണ്ടാവുമല്ലോ. നമ്മളിങ്ങനെ സാധാരണ നടന്നുകൊണ്ടിരിക്കുകയല്ലേ. അപ്പൊ അത് നമ്മൾ തുളസി ദേവിക്ക് ചെയ്യുന്ന ഒരു തെറ്റായിട്ട് വരുമോ, അശുദ്ധിയുള്ള സ്ഥലങ്ങളിൽ നമ്മൾ പോണത്? ഇല്ല. ശാസ്ത്രങ്ങൾ പറയുന്നത് എന്താണെന്ന് വെച്ചാല് തുളസി മാല ഒരിക്കലും അഴിക്കാൻ പാടില്ല. അല്ലെങ്കിൽ നമ്മൾ ഓരോ തവണയും ബാത്റൂമിൽ പോകുമ്പോഴൊക്കെ നമ്മൾ അഴിക്കട്ടെ, അത് വേണ്ട എന്നാണ് ശാസ്ത്രങ്ങൾ പറയുന്നത്. തുളസി മാല ഒരിക്കലും അഴിക്കാൻ പാടില്ല എന്നാണ് പറയപ്പെടുന്നത്. തുളസി മാല ഏതൊരു സമയത്തും നമുക്ക് ധരിക്കാവുന്നതാണ്. ബാത്റൂമിൽ പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ മറ്റൊരു മരണ വീടുകളിൽ പോയി കഴിഞ്ഞാലോ നമ്മൾ ചെയ്യേണ്ട. പറഞ്ഞോളൂ. പ്രഭുജി, അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോയിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ചെയ്യാണ്ടോ എന്നാണ് സംശയം എനിക്ക്. അതാണ് ഞാൻ പറയാൻ പറ്റുന്നത്. അങ്ങനെയാവുമ്പോൾ ഉദാഹരണത്തിന് നമ്മൾ ബാത്റൂമിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് തന്നെ അറിയാം, നമ്മൾ സ്നാനം ചെയ്യേണ്ടതാണ്, കുളിക്കേണ്ടതാണ്. അതെ. അതിന്റെ ഒപ്പം തന്നെ ശാസ്ത്രങ്ങളിൽ പറയപ്പെടുന്നത് നമ്മൾ ഭക്ഷണം കഴിച്ചാൽ നമ്മൾ വായ കഴുകില്ലേ, അപ്പൊ പോലും ഒരു തവണ ഹരേ കൃഷ്ണ മന്ത്രം ജപിക്കണമെന്നാണ് പറയുന്നത്. ഹരേ കൃഷ്ണ മന്ത്രത്തിനേക്കാൾ
പരിശുദ്ധീകരിക്കുന്ന മറ്റൊന്നില്ല, അല്ലെങ്കിൽ ഭഗവാന്റെ നാമത്തിനേക്കാൾ പരിശുദ്ധീകരിക്കാൻ ശക്തിയുള്ള മറ്റൊന്ന് ഈ ലോകത്തിലില്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഏറ്റവും പരിശുദ്ധീകരിക്കാൻ ഏറ്റവും നല്ല കാര്യം ഹരേ കൃഷ്ണ മഹാമന്ത്രം തന്നെയാണ്. അതുകൊണ്ട് നിങ്ങൾ ബാത്റൂമിൽ പോയി കഴിഞ്ഞാലും മരണ വീട്ടിൽ പോയി കഴിഞ്ഞാലും കുളിക്കുന്നതിനൊപ്പം സ്നാനം ചെയ്യുന്നതിനൊപ്പം ഹരേ കൃഷ്ണ മന്ത്രം ജപിക്കുകയാണെങ്കിൽ തന്നെ ആ അശുദ്ധി മാറി കിട്ടും എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഒരിക്കലും തുളസിമാല ധരിക്കുന്നവരായും തുളസിമാല അഴിക്കണമെന്നില്ല. തുളസിമാല ധരിച്ചുകൊണ്ട് തന്നെ ഇത് ചെയ്യുന്നത് തെറ്റില്ല എന്നാണ് ശാസ്ത്രം പറയുന്നത്. ശരി. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ Yes, കൃഷ്ണ മാതാജി. പ്രഭു. ലക്ഷ്മീദേവി മാതാജി എന്ന് പറഞ്ഞത്. മാതാജി പ്രഭു നമ്മളെ ഇപ്പൊ നോണ് നമ്മൾ കഴിക്കില്ലെങ്കിലും കിച്ചണില് നോൺ ഉണ്ടാക്കണ കിച്ചണിൽ നോൺ ഉണ്ടാക്കുമല്ലോ. അപ്പൊ നമുക്ക് ഭഗവാന് അല്ലാത്ത ഭക്ഷണം വെക്കാൻ പാടില്ലല്ലോ, സമർപ്പിക്കാൻ പാടില്ലല്ലോ. സാധാരണ അത്തരം പല സന്ദർഭങ്ങളും നടക്കാറുണ്ട്. അപ്പൊ അതിനുവേണ്ടി നമ്മൾ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാല്, അങ്ങനെ സാധിക്കില്ല എന്നുണ്ടെങ്കിൽ ഒരു വഴിയേ ഉള്ളൂ. അതിനുവേണ്ടി ഭഗവാന് വേണ്ടി തയ്യാറാക്കാൻ വേണ്ടി മാത്രമായിട്ട് മറ്റൊരു പാത്രം മാറ്റി വെക്കാം. അതേ അടുക്കളയിൽ ചെയ്യാതിരുന്നാൽ നല്ലതാണ്. പക്ഷെ മറ്റൊരു നിവൃത്തി ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അതിനുവേണ്ടി മറ്റൊരു പാത്രം മാറ്റി വെക്കാം. ആ പാത്രത്തിൽ പാചകം ചെയ്ത് ഭഗവാനെ സമർപ്പിക്കാനായിട്ട് നമ്മൾ എങ്ങനെ നമുക്ക് നമ്മൾ ഭക്ഷണം കഴിക്കാനായിട്ട് ഓരോ പ്ലേറ്റ് ഒക്കെ നമ്മൾ വെക്കാറില്ല. അതേപോലെ ഭഗവാന് വേണ്ടി ഒരു കിണ്ണവും ഒരു പാത്രവും വെക്കാം. ആ കിണ്ണത്തിൽ ഭഗവാന് സമർപ്പിച്ച് എടുത്തിട്ട് ഭഗവാന്റെ മുമ്പിൽ ഓഫർ ചെയ്യാം. അപ്പൊ നമ്മൾ നോൺ വെജ് പാചകം ചെയ്യുന്ന അതേ പാത്രങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല. കഴിയുമെങ്കിൽ അടുക്കളയിൽ ചെയ്യാതിരിക്കുകയാണ് ഉത്തമം. പക്ഷെ അത് സാധിക്കില്ല എന്നുണ്ടെങ്കിൽ അടുത്ത വഴി എന്താന്ന് വെച്ചാൽ അതിനുള്ള സെപ്പറേറ്റ് പാത്രങ്ങൾ വെച്ചിട്ട് അതിൽ പാചകം ചെയ്ത് ചെയ്യും. ഹരേ കൃഷ്ണ പ്രഭു. താങ്ക് യു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. നമ്മളിപ്പം തുളസിമാല ധരിച്ചിട്ടുണ്ട്. പക്ഷെ അത് പല ആൾക്കാരുമായിട്ട് നമ്മൾ അടുത്ത് പെരുമാറും. അപ്പം തൊട്ടുകൂടാൻ പാടില്ലാത്തവരും ഒക്കെ ആയിരിക്കും. ചിലപ്പം വരികയും പിടിക്കുകയും ഒക്കെ ചെയ്യുമായിരിക്കും. അങ്ങനെയുള്ള ഒരു അശുദ്ധി മാലയിട്ടുണ്ട് ചെയ്യാൻ പറ്റുമോ? അങ്ങനെയുള്ള സ്ഥലത്ത് പോകാൻ പറ്റുമോ? അതാ ഞാൻ പറഞ്ഞത്. അങ്ങനെയുള്ള ഒരു അശുദ്ധി തുളസിമാലയ്ക്ക് ഇല്ല. അതായത് അങ്ങനെ ചിന്തിക്കേണ്ടതില്ല. അതിന് പകരം അത്തരം ഒരു അശുദ്ധി വരികയാണെങ്കിൽ നമ്മൾ ഹരേ കൃഷ്ണ മന്ത്രം ജപിച്ചാൽ മാത്രം മതി. നമ്മൾ ദിവസവും ഹരേ കൃഷ്ണ ജപിക്കുന്നവരല്ലേ. അപ്പൊ അതിൽ പരം ശുദ്ധീകരിക്കാൻ വേണ്ടി മറ്റൊരു കാര്യം ചെയ്യേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ ഭഗവാന്റെ ഏത് നാമമായാലും ഭഗവാന്റെ നാമം ജപിക്കുന്നതിനേക്കാൾ ശുദ്ധീകരിക്കാൻ വേണ്ടി മറ്റൊരു കാര്യം ചെയ്യേണ്ടതില്ല. അത് ചെയ്താൽ തന്നെ ഏറ്റവും വലിയ ശുദ്ധി നമുക്ക് ലഭിക്കും. നമ്മുടെ ശരീരത്തിനും മനസ്സിനും ആത്മാവിനും ശുദ്ധി ലഭിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഹരേ കൃഷ്ണ മന്ത്രം. അപ്പൊ ഹരേ കൃഷ്ണ മന്ത്രം ജപിക്കുക വഴി തന്നെ അത് ശുദ്ധമായി തീരും എന്നാണ് പറയുന്നത്. അപ്പൊ അതിനുവേണ്ടി തുളസിമാല നമ്മുടെ കഴുത്തിൽ നിന്നും അഴിക്കാൻ പാടില്ല. മറ്റൊരു കാര്യം പറയുന്നത് എന്താന്ന് വെച്ചാല്, മരണസമയത്ത് നമ്മുടെ ശരീരത്തിൽ തുളസി ഉണ്ടെങ്കിൽ, ഒരിക്കലും തുളസിയും ഗംഗാജലം ഉണ്ടെങ്കിൽ നമ്മളെ യമദൂതന്മാർ കൊണ്ടുപോകില്ല എന്നാണ് പറയപ്പെടുന്നത്. ഇതിനെക്കുറിച്ച് ചെറിയൊരു കഥയുണ്ട്. 1 മിനിറ്റ് കൊണ്ട് ഞാൻ പറയാം. സമയം കുറവാണെന്നറിയാം, എന്നാലും ഞാൻ പറയാം. ഒരിക്കല് ഒരു ബ്രാഹ്മണൻ, അദ്ദേഹം ദിവസവും ഗംഗാ സ്നാനം ചെയ്യാൻ പോകുന്ന ഒരാളായിരുന്നു. അപ്പൊ അദ്ദേഹം എന്നും ഗംഗയിലേക്ക് പോകും. ഒരു വലിയ ബക്കറ്റില് അല്ലെങ്കിൽ ഒരു വലിയ പാത്രത്തില് നിറച്ച് ഗംഗാജലം തിരിച്ചു കൊണ്ടുവരും. അദ്ദേഹത്തിന്റെ ഗ്രഹത്തില് അദ്ദേഹത്തിന്റെ പൂജാകർമ്മങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ആ ജലം ഉപയോഗിക്കും. ഒരു ദിവസം അദ്ദേഹം തിരിച്ചു വരുന്ന വഴിക്ക് അദ്ദേഹം എന്ത് കണ്ടു? കുറച്ച് പേര് മരിച്ചു കിടക്കുന്നുണ്ട്. 2-3 പേര് മരിച്ചു കിടക്കുകയായിരുന്നു. അദ്ദേഹം വേഗം എന്ത് ചെയ്തു? അദ്ദേഹം വളരെ പാവം തോന്നി. മരിച്ചു കിടക്കുന്നവരാണല്ലോ, അദ്ദേഹത്തിന് ഒന്നും ചെയ്യാൻ സാധിക്കില്ല. അദ്ദേഹം വേഗം എന്ത് ചെയ്തു? അതിൽ നിന്നും കുറച്ച് ഗംഗാജലം എടുത്ത് തളിച്ചു. അങ്ങനെ തളിച്ചിട്ട് അദ്ദേഹം കുറച്ച് മുന്നോട്ട് പോയി. കുറച്ചും കൂടി മുന്നോട്ട് പോയപ്പോ യമദൂതന്മാര് അവശരായിട്ട് കിടക്കുന്ന കണ്ടു. കാരണം അവരുടെ ശരീരത്തിൽ മുഴുവൻ രക്തമൊലിച്ചുകൊണ്ട് വയ്യാതെ അവർ കിടക്കുന്നു. അപ്പൊ അദ്ദേഹം, ഇത് പുരാണത്തിൽ പറയുന്ന കഥയാണ്. അദ്ദേഹം വേഗം ചോദിച്ചു, നിങ്ങൾ യമദൂതന്മാരൊക്കെ നിങ്ങൾ എന്താ ഇങ്ങനെ കിടക്കുന്നത് എന്ന് ചോദിച്ചു. അപ്പൊ യമദൂതന്മാർ പറഞ്ഞു, നിങ്ങളാണ് അതിൽ കാരണം, നിങ്ങൾ കാരണമാണ് ഞാൻ ഇങ്ങനെ കിടക്കുന്നത്. അപ്പൊ ആ ബ്രാഹ്മണൻ ഞെട്ടിപ്പോയി. ഞാൻ എന്ത് ചെയ്തിട്ടാണ് ചെയ്തത്? ഞാനൊന്നും ചെയ്തില്ലല്ലോ. ഞാൻ ഗംഗാജലം കൊണ്ടുവന്നു, അത് ഞാൻ എന്റെ ഗ്രഹത്തിലേക്ക് കൊണ്ടുപോകും. ഞാൻ എന്താണ് ചെയ്തത്? അപ്പൊ ആ യമദൂതന്മാര് പറഞ്ഞു അത്രേ, അവിടെ 2-3 പേര് മരിച്ചു കിടക്കുന്നത് നിങ്ങൾ കണ്ടില്ലേ? നിങ്ങൾ അവരുടെ ശരീരത്തിൽ ഗംഗാജലം തളിച്ചു. ആ ഗംഗാജലം തളിച്ചത് മൂലം അവർക്ക് എന്താ പറയാ, യമരാജ്യത്തിൽ അവർക്ക് എൻട്രി ഇല്ല. അതായത് അവർക്ക് ഇനി യമരാജ്യത്തിലേക്ക് വരാൻ അനുമതിയില്ല.
അവർ പരിശുദ്ധരായി തീർന്നു. അവരെ ഞങ്ങൾക്ക് യമലോകത്തിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കില്ല. ഞങ്ങൾ അങ്ങനെ കൊണ്ടുപോകാൻ നോക്കിയപ്പോൾ വിഷ്ണുദൂതന്മാർ ഞങ്ങളെ ആക്രമിച്ചു. ആ ആക്രമണത്തിൽ നിന്നുണ്ടായതാണ് ഈ മുറിവുകളൊക്കെ എന്നാണ് പറഞ്ഞത്. അപ്പൊ ഗംഗാജലവും തുളസിയിലയും വളരെ പ്രാധാന്യപ്പെട്ടതാണ്. വൈഷ്ണവ സമ്പ്രദായം അനുസരിച്ചിട്ട് ആരെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ അവരുടെ ശവശരീരത്തില് സംസ്കരിക്കുന്നതിന് മുമ്പായിട്ട് ഗംഗാജലം തളിക്കുകയും തുളസിയുടെ സ്റ്റിക്ക്, അതായത് തുളസിയുടെ കമ്പ് വയ്ക്കുകയും ചെയ്യുന്നു. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ആ മരിച്ചു കിടക്കുന്ന ആൾക്ക് ഒരിക്കലും യമലോകത്തേക്ക് പോകേണ്ടി വരില്ല എന്നാണ് പറയുന്നത്. മറ്റു പിറവിയെടുക്കാം, മറ്റു ശരീരങ്ങളിലേക്ക് പോകാം, ഒരിക്കലും അധമ ശരീരങ്ങളിലേക്ക് പോകില്ല, യമരാജ്യത്തിലേക്കും പോകേണ്ടി വരില്ല. എത്ര വലിയ പാപിയാണെങ്കിലും അങ്ങനെ ചെയ്യേണ്ടി വരില്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഒരിക്കലും ഈ തുളസിമാല അഴിച്ചു വെക്കാത്തത്. കാരണം തുളസിമാല ധരിക്കുന്നവര് ഒരിക്കലും അഴിച്ചു വെക്കാത്തത് അതുകൊണ്ടാണ്. കാരണം നമ്മൾ എപ്പോഴാണ് മരണം പിടികൂടുക എന്ന് നമുക്കറിയില്ല. മരണത്തിന് വേണ്ടി സദാ സന്നദ്ധരായിരിക്കണം നമ്മൾ. അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും പറ്റുകയാണെങ്കിൽ ആ സമയത്ത് തുളസി ദേവി നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് യമരാജ്യത്തിലേക്ക് പോകേണ്ടി വരില്ല എന്നാണ് ശാസ്ത്രങ്ങൾ പറയുന്നത്. അതുകൊണ്ട് ഒരിക്കലും നമ്മൾ ധരിച്ചിരിക്കുന്ന ഈ തുളസിമാല ഒരു സന്ദർഭത്തിലും അഴിച്ചു വെക്കേണ്ടതില്ല. അങ്ങനെ ശുദ്ധമല്ലാത്തൊരു സാഹചര്യത്തിൽ നിങ്ങൾ പെട്ടുപോയാൽ ഹരേ കൃഷ്ണ മന്ത്രം ജപിച്ചാൽ മാത്രം മതി, വീണ്ടും ശുദ്ധി കൈവരിച്ചോളൂ. വേറെ എന്തെങ്കിലും സംശയങ്ങളോ? നമ്മൾ തുളസിമാല നോൺ കുക്ക് ചെയ്യുന്നവര് തുളസിമാല ഇടാമോ? നോൺ കുക്ക് ചെയ്യുന്നവർ പൊതുവെ തുളസിമാല ഇടാൻ പാടില്ലാത്തതാണ്. പക്ഷെ അഗെയിൻ അത് സാഹചര്യങ്ങൾക്കനുസരിച്ച് നമുക്ക് പറയാൻ പറ്റും അല്ലെ. ചിലവർക്ക് മറ്റൊരു ദിവസവും ഇല്ലാത്തതുകൊണ്ടായിരിക്കാം ചില വീടുകളിൽ. സാഹചര്യം അനുസരിച്ച് ഹരേ കൃഷ്ണ പ്രഭുജി, ഹരേ കൃഷ്ണ മന്ത്രം 108 പ്രാവശ്യം ചെല്ലണോ? അന്നേരം 108 പ്രാവശ്യം ചെല്ലണോ? എപ്പോഴാണ് ഹരേ കൃഷ്ണ മന്ത്രം അശുദ്ധി ഉണ്ടാകുന്ന സമയത്ത്? എത്ര കഴിയുമോ അത്രയും. ഒരു മാല ജപിച്ചാൽ നല്ലതാണ്. അത് സാധിക്കില്ല എന്നുണ്ടെങ്കിൽ 10 തവണ ജപിച്ചാലും മതി. 10 തവണയോ 12 തവണയോ 24 തവണയോ 56 തവണയോ 108 തവണയോ എത്രയോ സാധിക്കും വെച്ചാൽ. ഹരേ കൃഷ്ണ പ്രഭുജി, കിടന്നുണ്ട് നാമം ജപിക്കരുതെന്ന് പറഞ്ഞു. നമ്മളിപ്പോ ഉറങ്ങാൻ കിടക്കുകയാണെങ്കിൽ ആ സമയത്ത് നാമം ജപിക്കുന്നതുകൊണ്ട് ദോഷമുണ്ടോ പ്രഭുജി? ദോഷമില്ല എന്ന് മാത്രമല്ല, ആ കിടക്കുമ്പോൾ പോലും നാമം ജപിക്കണം എന്നാണ് ശാസ്ത്രം പറയപ്പെടുന്നത്. കിടന്നുകൊണ്ട് നാമം ജപിക്കാൻ പാടില്ല എന്ന് പറയുന്നതിന് ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് അത്രയും കോൺസെൻട്രേഷൻ ലഭിക്കില്ല അല്ലെ. നമ്മൾ നാമം ജപിക്കുമ്പോൾ ആ ജപിക്കുന്ന നാമം കേട്ടുകൊണ്ട് വേണം ജപിക്കാൻ എന്നാണ് പറയുന്നത്. അപ്പോഴേ പൂർണ്ണമായിട്ടുള്ള ഫലം ഉണ്ടാകുള്ളൂ. നമ്മൾ അങ്ങനെ ജപിക്കുന്ന നാമം നമ്മളും കേൾക്കുകയാണെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ പരിശുദ്ധി വേഗമുണ്ടാകും. അതുകൊണ്ടാണ് കിടന്നുകൊണ്ട് നാമം ജപിക്കരുത് എന്നുള്ളത്. പക്ഷെ കിടക്കുമ്പോൾ പോലും നാമം ജപിക്കാം എന്നുള്ളതും ശാസ്ത്രമാണ്. ഹരേ കൃഷ്ണ പ്രഭുജി, നന്ദി. ഹരേ കൃഷ്ണ പ്രഭുജി. ദീപം അത് പറഞ്ഞോളൂ. പ്രഭുജി, ഈ നമുക്ക് സ്ത്രീകൾക്ക് ശരീരശുദ്ധി ഇല്ലാത്തപ്പോ നമുക്ക് തുളസി ദേവിക്ക് ജലം ഒഴിക്കാന് അങ്ങനെ ചെയ്യാൻ പറ്റുമോ? ആ 3 ദിവസങ്ങളിൽ നമ്മൾ പൊതുവെ തുളസി ദേവിക്ക് ജലം അർപ്പിക്കുകയും തുളസി ദേവിക്ക് ആരതി ചെയ്യുകയും ചെയ്യാറില്ല. പക്ഷെ തുളസി ദേവിയുടെ ആരതി ദർശിക്കുന്നതിലൊന്നും തെറ്റില്ല. അന്ന് ആ 3 ദിവസവും ദർശിക്കുന്നതിലും കുറച്ച് മാറി നിന്ന് നമസ്കരിക്കുന്നതിലും ഒരു തെറ്റില്ല. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ പ്രഭുജി. ശിവരാമൻ പ്രഭു പറഞ്ഞോളൂ. നമ്മളെ പൂജാതി കാര്യങ്ങളൊക്കെ ആയിട്ട് ഈ ദ്വാദശിയുടെ അന്ന് തുളസി പറിക്കാൻ പാടില്ല എന്നുണ്ടോ? അങ്ങനെ പൊതുവെ അങ്ങനെ ഉണ്ട്. ദ്വാദശിയുടെ അന്ന് ശരിക്കും തുളസി എടുക്കാൻ പാടില്ല എന്ന് പറയും. അതുകൊണ്ട് നമ്മളൊക്കെ എന്താ ചെയ്യാറാന്ന് വെച്ചാല് ഏകാദശിയുടെ അന്ന് തലേ ദിവസം തന്നെ എടുത്തു വെക്കും. തലേ ദിവസം സന്ധ്യ ആവുന്നതിന് മുമ്പ് എടുത്തു വെക്കാറുണ്ട്. എന്നിട്ട് അത് അടുത്ത ദിവസം ഉപയോഗിക്കും. ഈ തുളസിയുടെ കഴിക്കുന്നവരുണ്ട് ചിലര് തുളസി അത് എങ്ങനെ പാടില്ല എന്നുണ്ട്? പാടില്ല എന്നല്ല ബ്രോ. പക്ഷെ അത് ഭഗവാൻ അർപ്പിച്ചതിന് ശേഷം വേണം കഴിക്കാൻ. തുളസി ദേവി ഈ ലോകത്തിലേക്ക് ഇറങ്ങി വന്നത് ഭഗവാനെ സേവിക്കാൻ വേണ്ടിയിട്ടാണ്, നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ടല്ല. തീർച്ചയായിട്ടും അത് ആയുർവേദം അനുസരിച്ച് തുളസി ഇല എന്ന് പറയുന്നത് വളരെ മഹത്വരമായിട്ടുള്ള ഒന്നാണ്. അപ്പൊ അത് ഭക്ഷിക്കുകയാണെങ്കിൽ ഭഗവാൻ അർപ്പിച്ചതിന് ശേഷം എന്ന് മാത്രമേ. നമ്മളും ഇസ്കോണിൽ നമ്മൾ എന്ത് ചെയ്യാറുണ്ടെന്ന് വെച്ചാല് തുളസി ഇല ആരെങ്കിലും നമുക്ക് തരികയാണെങ്കിൽ നമ്മൾ അത് ഭക്ഷിക്കാറുണ്ട്. അത് ചെയ്യുന്നതിൽ തെറ്റില്ല. പക്ഷെ ഭഗവാൻ അർപ്പിച്ചതിന് ശേഷം ചെയ്യുന്നതാണ് ഉത്തമം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. 9:31
അപ്പൊ ഇന്നത്തെ ക്ലാസ് നമുക്ക് അവസാനിപ്പിക്കാം. വീണ്ടും മറ്റൊരു ദിവസം കാണാം. ഹരേ കൃഷ്ണ. വംശകൽപ്പതരുദ്ദേശിച്ച് കൃപാസംതൃപ്തിയേരിച്ച് പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. പ്രഭുജി.